നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ആദിയിൽ വചനമുണ്ടായി. വചനത്തിൻ്റെ പ്രത്യേകത എല്ലാ ഘട്ടത്തിലും എല്ലാ ചരിത്രങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും നയിച്ചാലും എന്നാണ് പ്രമാണങ്ങളിലെ പ്രാർത്ഥന. മനുഷ്യരെ അറിയുന്നത് വാക്കുകളിലൂടെയും മനസ്സറിയുന്നത് വചനങ്ങളിലൂടെയുമാണ്. വർഷങ്ങൾ കഴിയുന്നതോടെ ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുമെന്ന് വീമ്പ് വിളമ്പിയവരുടെ മനോനില വ്യക്തമാക്കുന്ന കണക്കുകളാണ് ഒരു വിദേശ ഏജൻസി ആസ്ഥാനമായ വിദേശ ഏജൻസിയുടെ കണക്കുകൾ പുറത്തെത്തിക്കുന്നത്. വിദ്വേഷ പ്രസംഗങ്ങളിൽ മോദിയും അമിത്ഷയും യോഗി ആദിത്യനാഥും മുന്നിൽ. BJP-ക്കാരും VHPയും ബജ്രംഗ് ദളും എങ്ങനെ വിഷവാക്കുകളിൽ മുന്നിലെത്തുന്നു? ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് പ്രധാനമന്ത്രിയുടേതടക്കമുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ. ഇനി മോദിയുടെ വിദേശയാത്രയും വിദേശ നയവും ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണമുണ്ടാക്കുന്നുണ്ടോ എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം. അദാനിയുടെ കേസ് മരവിപ്പിച്ചെങ്കിലും ഇന്ത്യക്കാരെ കുടിയിറക്കാൻ അമേരിക്കയും പിന്നാലെ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളും അതേ നടപടിയിൽ നീങ്ങുകയാണ്. വിദ്വേഷത്തിലെ മനോഗതിയും ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകുന്ന നയങ്ങളുമായി മോദിയുടെ പാഴാകുന്ന നയതന്ത്രവും നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: AM ആരിഫ്, മുൻ MP, CPIM പ്രമുഖ നേതാവ്; BG വിഷ്ണു, BJP പ്രതിനിധി; ഒപ്പം ശാസ്ത്ര പ്രചാരകനും അധ്യാപകനുമായ ഡോക്ടർ TS ശ്യാംകുമാർ എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്നത്. ആദ്യം ശ്രീ BG വിഷ്ണു, BJP നേതാവിലേക്ക്. ശ്രീ BG വിഷ്ണു, വിദ്വേഷ പ്രസംഗങ്ങളിൽ മോദിയും അമിത്ഷയും യോഗിയും ആദിത്യനാഥുമാണ് ഏറ്റവും മുന്നിലെന്ന് കണക്കുകൾ. ഇത് വാഷിങ്ടൺ ആസ്ഥാനമായുള്ള ഒരു സംഘടനയുടെ ഇന്ത്യൻ പതിപ്പ് നടത്തിയ പഠനങ്ങളിലാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ പുറത്തെത്തുന്നത്. അത് കേവലം പറഞ്ഞു പോകുന്ന ഒന്നല്ല. 2023, 2024 ഇതിലെ വിദ്വേഷ പ്രസംഗങ്ങളുടെ കണക്കുകൾ അടക്കമാണ് ബോധ്യമാക്കിക്കൊണ്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ് പുറത്തെത്തുന്നത്. 462 വിദ്വേഷ പ്രസംഗങ്ങളിൽ ഏതാണ്ട് 452 BJP നേതാക്കന്മാരുടെ പേരിലാണ് എത്തുന്നത്. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഇങ്ങനെ പോയാൽ ഒരു രാജ്യത്തിന് പുരോഗതിയിലേക്ക് എത്താനാകുമോ? വിദ്വേഷ പ്രസംഗം കണക്കാക്കി ഏതടിസ്ഥാനത്തിലാണ് കണക്കെടുത്തിരിക്കുന്നത്? ആരാണ് കണക്കെടുത്തിരിക്കുന്നത്? യാതൊരുവിധ അർത്ഥവുമില്ലാതെ നിങ്ങളുടെ വാക്കുകൾ പരിശോധിച്ചാൽ വാഷിങ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏതോ ഒരു സംഘടന, സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഓർഗനൈസ്ഡ് ഹേറ്റിന് കീഴിലുള്ള ഇന്ത്യ ഹേറ്റ് ലാബ് നടത്തിയ പരിശോധന, ഒരു പേരുള്ള ഒരു സംഘടന, നാമമുള്ള ഒരു സംഘടന. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടല്ലോ, SDPI ഉണ്ടല്ലോ. അവരെല്ലാവരും പല കണക്കുകളും പത്രപ്രസ്ഥാനങ്ങളും ആഴ്ചയ്ക്കും മാസങ്ങളുമൊക്കെ ഇവിടെ പുറത്തേക്ക് വിടുന്നത് നമ്മളെല്ലാവരും കാണുന്നതാണ്. അത്തരത്തിൽ ഏതെങ്കിലും ഏജൻസികളോ ഭീകരവാദ പരോക്ഷമായും പ്രത്യക്ഷമായൊക്കെ ഭീകരവാദ ബന്ധമുള്ള ഏതെങ്കിലും സംഘടനകൾ സ്പോൺസർ ചെയ്യുന്ന ചില തൂലിക സംഘടനകൾ സ്പോൺസർ ചെയ്താൽ അതാണ് ഒരു രാജ്യത്തിൻ്റെ നിലപാട്, അതാണ് ഒരു രാജ്യത്തിൻ്റെ തീരുമാനങ്ങൾ. എവിടുന്നോ ഏതൊക്കെയോ സ്വകാര്യ ഏജൻസികൾ, കുറേ ഹിൻഡർബർഗ് വന്നല്ലോ. ഇപ്പോൾ ഹിൻഡർബർഗ് എന്തായി? ഹിൻഡർബർഗ് തന്നെ പൂട്ടിപ്പോയെന്നേ. ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ വ്യാജമായി സാമ്പത്തിക മേഖലയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച ഹിൻഡർബർഗ് പൂട്ടിപ്പോയി. പിന്നെയാണ് ഈ തൂലിക സംഘടന. ഇവർക്കൊക്കെ ആരാണ് പണം കൊടുക്കുന്നത്? ഇപ്പോൾ അമേരിക്കയിൽ എന്തൊക്കെയാണ് നടക്കുന്നു? ഇപ്പോൾ ഹമാസിന് അനുകൂലമായ പ്രകടനം നടത്തിയവരെ, വിദ്യാർത്ഥികളെ അടക്കം അവർ മാറ്റാൻ പോവുകയാണ്. കാരണം ഒരു രാജ്യത്തിന് യോജിക്കാത്ത തരത്തിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് അവരുടെ വിദ്വേഷവും അമേരിക്ക എന്ന പേരിൽ അല്ലെങ്കിൽ ഫ്രാൻസ് എന്ന പേരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഒരു രാജ്യത്തിരുന്നു കൊണ്ട് മറ്റ് അവരുമായി ഐക്യമുള്ള രാജ്യങ്ങൾക്കെതിരെ സംഘടിതമായി ആക്രമിക്കപ്പെടുന്ന ഹിൻഡർബർഗ് പോലെയുള്ളവരൊക്കെ ആ രാജ്യങ്ങൾ ഉൾപ്പെടെ ശക്തമായ നിരോധനം എടുക്കുന്ന സമയമാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള തൂലിക സംഘടനകൾ ഭീകരവാദികൾക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്നവർ, അഫ്സൽ ഗുരുവിന് വേണ്ടി ഇവിടെ എത്രയെല്ലാം പ്രൊട്ടസ്റ്റ് നടന്നു. ഈ രാജ്യദ്രോഹി അഫ്സൽ ഗുരുവിനെ കോൺഗ്രസിന്റെ ഭരണകാലത്താണല്ലോ ഗതികേട് കൊണ്ടെങ്കിൽ അവസാനം തൂക്കിലേറ്റിയത്. എത്രയോ പ്രാർത്ഥനകൾ നടന്നു, എത്രയോ പ്രൊട്ടസ്റ്റുകൾ നടന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ശബ്ദിക്കാനും എവിടെയെങ്കിലുമൊക്കെ BJP-ക്കെതിരായും രാജ്യത്തെ നിലവിലിരിക്കുന്ന സർക്കാരുകൾക്കെതിരായും ഒക്കെ സംസാരിക്കാൻ ഏതെങ്കിലും ഒരു തൂലിക സംഘടനകളോ ഭീകരവാദികൾ സ്പോൺസർ ചെയ്യുന്ന അവരുടെ എച്ചിലുകൾ കഴിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അതൊന്നുമല്ല കൈരളി ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ രാജ്യത്ത് എന്ത് നിലപാടെടുക്കുന്നു, ഈ രാജ്യം ആഗോളപരമായി എന്ത് നേട്ടമുണ്ടാക്കുന്നു, അത് വേണം ചർച്ച ചെയ്യാൻ. അല്ലാതെ നോക്കൂ, അതല്ല, അങ്ങനെയല്ല. ഇത് കേവലമായ കണക്കല്ല. അത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ, അതായത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ
ഉയർന്നു വന്ന വിഷ്വൽ അടക്കമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അങ്ങനെ ഒരു മെത്തഡോളജിയിലാണ് ഈ സ്റ്റഡി നടന്നത്. പ്രധാനമന്ത്രി അതെ, ഞാൻ അതാണ് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ രാജസ്ഥാനിൽ നടത്തിയ നുഴഞ്ഞുകയറ്റക്കാരെന്ന് ന്യൂനപക്ഷങ്ങളെ ഉപയോഗിച്ച വാക്കുകൾ, കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർ എന്നുപയോഗിച്ച വാക്കുകളടക്കം യോഗി ആദിത്യനാഥിൻ്റെയും മോദിയുടെയും ഒക്കെ പ്രസംഗങ്ങളും ആ ശകലങ്ങളും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന കേസുകളും ഇതൊക്കെ സ്റ്റഡി നടത്തിയിട്ടാണ് ഈ സംഘടന ഇത്തരത്തിൽ ഒരു പഠന റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. അല്ല, രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഏതെങ്കിലും പ്രസ്താവനകൾ നടത്തിയാൽ അത് ഒരു മതത്തിനെതിരാണെന്ന് നിങ്ങൾ ആരോട് പറഞ്ഞത്? നുഴഞ്ഞു കയറിയവർ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞു? ഇല്ലല്ലോ. നുഴഞ്ഞു കയറ്റക്കാർ പലതരത്തിലുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ കേരളത്തിൽ നിന്ന് എത്ര ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരള പോലീസ്? അപ്പോൾ നുഴഞ്ഞു കയറ്റം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. ആ യാഥാർത്ഥ്യം തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അല്ലെങ്കിൽ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾക്കെതിരെ നടപടിയെടുത്ത പോലീസിനെ പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്തു? അല്ലെങ്കിൽ അവർ ബംഗ്ലാദേശികളാണെന്ന് തെളിയാതിരുന്നു? കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ബംഗ്ലാദേശികളെ പിടികൂടിയത്. അവർ നുഴഞ്ഞു കയറ്റക്കാർ തന്നെയാണ്. അതിന് സംശയം എന്താ? ഞാനും ആവർത്തിക്കുന്നു, നുഴഞ്ഞു കയറ്റക്കാർ രാജ്യത്തുണ്ട്, അതിലൊരു സംശയമില്ല. പോലീസ് കേസ് എടുക്കുന്നു. ബി ജി വിഷ്ണു പറഞ്ഞു നുഴഞ്ഞു കയറ്റം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കട്ടെ. നിങ്ങളുടെ പോലീസല്ലേ ഈ സംസ്ഥാനം ഭരിക്കുന്നത്? ഞാൻ അസഗ്നിഗ്ധമായി പറയുന്നു, നുഴഞ്ഞു കയറ്റക്കാരുണ്ട്. സംസ്ഥാനത്തിലെ കാര്യമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. അല്ല, രാജ്യം മൊത്തത്തിലുള്ള കാര്യം പറയും, കേരളത്തിലെ കാര്യം മാത്രമല്ല, ദേശീയ കാര്യമാണ്. രാജസ്ഥാനിലെ ബെൻസ്വാഡയിൽ നടത്തിയ പ്രസംഗം നുഴഞ്ഞുകയറ്റക്കാരെക്കുറിച്ച്, കൂടുതൽ കുട്ടികളുള്ളവരെന്ന് ചില ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇതിനു മുമ്പുമുണ്ട്. കാരണം മൻമോഹൻ സിംഗിനെ പോലും പാകിസ്ഥാൻ ചാരനെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രസംഗം നടത്തിയിരുന്നു അതിനു മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മോദി. അത് വലിയ വിവാദമായിരുന്നു. ഒടുവിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ മകളുടെ വിവാഹത്തിന് ബിരിയാണി കഴിക്കാനായി ക്ഷണിക്കാതെ പോയത് ആരാണെന്നൊക്കെ പിന്നീട് ലോകം അറിയുകയും ചെയ്തു. ഇത്തരം പ്രസംഗങ്ങൾ, ഈ പ്രസംഗങ്ങൾ മൂലമുണ്ടാകുന്ന കാര്യങ്ങൾ നോക്കൂ. 2024 1165 വിദ്വേഷ പ്രസംഗങ്ങളാണ് ഉണ്ടായത്. ഇതിൽ 462 വിദ്വേഷ പ്രസംഗങ്ങൾ, അതിൽ 452 പേരും ബി ജെ പിക്കാരാണ്. കാരണം 462 വിദ്വേഷ പ്രസംഗങ്ങളാണ് കേസുകളായി രജിസ്റ്റർ ചെയ്തത്. അതിൽ 452 പേരും ബി ജെ പിക്കാരാണ്. അതെങ്ങനെ വരുന്നു? അത് കഴിഞ്ഞുള്ള സ്ഥാനം വി എച്ച് പിക്കും ബജ്രംഗ് ദളിനുമാണ്. അതെങ്ങനെ വരുന്നു 2ാം സ്ഥാനം? അതെങ്ങനെയാണ് നിങ്ങൾക്ക് മാത്രമായി ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വിദ്വേഷ പ്രസംഗങ്ങളിൽ ആരോപണം വരുന്നത്? ഈ രാജ്യത്ത് ഇതൊരു ആരോപണമല്ല, ഇത് പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു. അല്ല, ഈ പഠന റിപ്പോർട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഏതെങ്കിലും കടലാസ് സംഘടന പറയുന്ന റിപ്പോർട്ടുകളല്ല രാജ്യത്ത് യാഥാർത്ഥ്യമാകുന്നു. ഈ രാജ്യത്ത് ജനാധിപത്യ സ്വഭാവത്തിൽ ഈ രാജ്യത്ത് വലിയ വിജയം നേടിയ സർക്കാരിൻ്റെ നേതാക്കൾക്കെതിരെ, ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിമാർക്കെതിരെ, മന്ത്രിമാർക്കെതിരെ അമേരിക്കയിലെ ഏതെങ്കിലും കടലാസ് സംഘടന, അമേരിക്കയിൽ ഇരിക്കുന്നത് കൊണ്ട് അവർ പറയുന്നതല്ല യാഥാർത്ഥ്യങ്ങളും. അവരെല്ലാം ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വിദ്വേഷ പ്രസംഗങ്ങളാണ് നടത്തിയതെങ്കിൽ പേരിൽ പിണറായി വിജയൻ എൻ കെ പ്രേമചന്ദ്രന് നടത്തിയത് വിദ്വേഷമല്ലേ? ഗോപാലകൃഷ്ണനെതിരെ മാതൃഭൂമി പത്രക്കാരനെതിരെ നടത്തിയത് വിദ്വേഷ പ്രസംഗമല്ലേ? താമരശ്ശേരി ബിഷപ്പിനെതിരെ നടത്തിയത് വിദ്വേഷ പ്രസംഗമല്ലേ? അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് ശത്രുത പ്രചരിപ്പിക്കുന്നതാണ് അത്. മണിപ്പൂരിലടക്കം അതൊരു മൂർത്തമായ സാഹചര്യമായി രാജ്യത്ത് നിലനിൽക്കുകയാണ്. നികൃഷ്ടജീവി എന്ന് വിളിക്കുന്നതൊക്കെ വിദ്വേഷമല്ലാതെ സ്നേഹത്തോടുകൂടി ലാളനയോടുകൂടി വിളിക്കുന്നതാണോ മുഖ്യമന്ത്രി വിളിച്ചത്? നല്ല പദത്തിൽ പെടുത്തിയിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അതിനെന്ത് ന്യായീകരണമാണ് താങ്കൾക്കുള്ളത്? അല്ല, ശ്രീ ബി ജി വിഷ്ണു, ഞാൻ ചോദിക്കുന്നത് എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചതിന്റെ കാര്യമല്ല. രാഷ്ട്രീയമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എതിർപ്പുകളോ പറയട്ടെ ബി ജി വിഷ്ണു, രാഷ്ട്രീയമായ എതിർപ്പുകളുടെ പേരിലോ ഒരു എഡിറ്റോറിയൽ തൻ്റെ പാർട്ടിക്കെതിരെ എഴുതിയതിൻ്റെ പേരിലോ ഉള്ള വിമർശനങ്ങൾ പോലെ രാഷ്ട്രീയ നേതാക്കന്മാർ പരസ്പരം പറയുന്നതിനെ അല്ല വിദ്വേഷ പ്രസംഗത്തിൻ്റെ മാനദണ്ഡത്തിൽ വരുന്നത്. ഇവിടെ മോദിയും യോഗിയും അമിത്ഷയും ഒക്കെ നടത്തുന്നത് ഒരു ജനതയ്ക്കെതിരെ, ഒരു ജനവിഭാഗത്തിനെതിരെ മറ്റ് ജനവിഭാഗങ്ങൾക്ക് വിദ്വേഷമുണ്ടാക്കുകയും അവരെ വംശീയമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളെയാണ്. അതും രാഷ്ട്രീയ പ്രസംഗങ്ങളും രണ്ടാണ്. താങ്കൾക്ക് വാദത്തിന് വേണ്ടി കൊഞ്ഞണം കുത്താം, പക്ഷേ വസ്തുത അതാണ് ചർച്ച ചെയ്യുന്നത്. നാം
വിദ്വേഷ പ്രസംഗങ്ങളുടെ കണക്കിൽ എങ്ങനെ BJP-ക്കാർ മുന്നിൽ വരുന്നു, എങ്ങനെ മോദിയും അമിത്ഷയും യോഗിയും അതിൻ്റെ ക്രമാനുഗതമായി 1, 2, 3 എന്നതിൽ വരുന്നു എന്ന സംശയമാണ് ഞാൻ താങ്കളോട് ആരാഞ്ഞത്. അത് BJP-ക്ക് മറുപടി ഉണ്ടെങ്കിൽ വിശദീകരിക്കാം. അതിന് മറുപടി, രാഷ്ട്രീയമായ മറുപടി AM ആരിഫും സാമൂഹികമായ നിരീക്ഷണം ഡോക്ടർ TS ശ്യാംകുമാറും നടത്തട്ടെ. ഞാൻ ചോദിക്കുന്നത് അതാണ്. ഒന്ന്, ഞാനിവിടെ വന്നിരിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ കൊഞ്ഞണം കുത്താനൊന്നുമല്ല, കൃത്യമായ മറുപടി നൽകാൻ വേണ്ടി തന്നെയാണ്. ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തന്നെയാണ് BJP-യുടെ പ്രതിനിധി ഇവിടെ പ്രതികരിക്കുന്നത്. നരേന്ദ്രമോദി അമിത്ഷായൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ദഹിക്കണമെന്നുമില്ല. അവർ രാജ്യത്ത് കഴിഞ്ഞ 50-75 വർഷങ്ങൾക്കിടയിൽ സംഭവിച്ച യാഥാർത്ഥ്യങ്ങളെപ്പറ്റി, വിഭജന കാലഘട്ടത്തിലെ ക്രൂരതകളെപ്പറ്റി, അന്നത്തെ ഭരണാധികാരികൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്തതിനെ പറ്റിയൊക്കെ നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട്, ഇനി സംസാരിക്കുകയും ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് വിദ്വേഷമായി ചാനലിനടക്കം നാളെ മുതൽ അതെല്ലാം വിദ്വേഷം 1, വിദ്വേഷം 1, 2, 3 എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലല്ലേ? പിണറായി വിജയന്റെ പ്രസംഗങ്ങളും ഇതുപോലെ രേഖപ്പെടുത്തിയാൽ ഒരുപാട് പുസ്തകങ്ങൾ വേണ്ടിവരും. അതിൽ രാഷ്ട്രീയ വിമർശനമുണ്ടാകും, സാമൂഹ്യ വിമർശനമുണ്ടാകും, എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാർ നടത്താറുണ്ട്. അപ്പോൾ അത് ശരിയായത് കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയെയും യോഗി ആദിത്യനാഥിനെയും ഈ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറയുന്നതാണ്, ചരിത്രത്തിൽ കടന്നുപോയ കാര്യങ്ങളെ പറിച്ചെടുത്ത് അതിനെ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഹിറ്റ്ലർ അടക്കമുള്ളവർ വിദ്വേഷ പ്രസംഗങ്ങളും ആ രീതിയിൽ എന്താണ് കൂട്ടക്കൊലകളിലേക്കുമൊക്കെ നീങ്ങിയത്. അതിൻ്റെ തുടർച്ച ഇവിടെ എത്തുന്നു എന്ന ആശങ്കയാണ് മതേതര വിശ്വാസികൾക്കുള്ളത്. 1. 2, നാട് സ്വാതന്ത്ര്യത്തിലും അതിനുശേഷം റിപ്പബ്ലിക്കിലുമൊക്കെ വന്നതിന് ശേഷം നമ്മളൊരു സ്റ്റാൻഡേർഡ് വരച്ചിട്ടാണ് അതിൻ്റെ കാര്യങ്ങളെ നിഗമിക്കുന്നത്. അതിനെ മറികടന്ന് നിങ്ങളുടെ രാഷ്ട്രീയ സങ്കുച നേട്ടത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ തിരിച്ചു പറയാനാണെങ്കിൽ എന്തൊക്കെയുണ്ട്? ബുദ്ധമതക്കാർക്കെതിരായി ചില വിഭാഗങ്ങൾ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയിട്ടില്ലേ? സിഖ് വിഭാഗങ്ങൾക്കെതിരെ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയിട്ടില്ലേ? അതുപോലെ തന്നെ ഭൂരിപക്ഷങ്ങൾക്കെതിരെ അത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടന്നിട്ടില്ലേ? ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടന്നിട്ടില്ലേ? അവരുടെയൊക്കെ ആരാധനാലയങ്ങൾ പൊളിച്ചിട്ടില്ലേ? എല്ലാ വിഭാഗത്തിൻ്റെയും, ബുദ്ധമതക്കാരുടേതും സിഖ് മതക്കാരുടേതും ഹിന്ദു മതക്കാരുടെയും ഇസ്ലാം മതക്കാരുടെയും ഒക്കെ ക്ഷേത്രങ്ങളും പള്ളികളും മസ്ജിദുകളും ഒക്കെ പൊളിച്ചിട്ടില്ലേ? ക്രിസ്ത്യൻ മതക്കാർക്കെതിരെ പൊളിച്ചിട്ടില്ലേ? ഈ കാര്യങ്ങളെയൊക്കെ ആധുനിക ജനാധിപത്യത്തിൽ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെ വിഭാഗീയതയ്ക്കും സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു ജനതയുടെ മേൽ ബോംബിടുകയാണോ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യുക വഴിയുള്ള രാഷ്ട്രീയ നേട്ടം കൊണ്ട് തകർന്നു പോകുന്നത് ആരാണ്? ഈ രാജ്യമല്ലേ? പിന്നെ എങ്ങനെ 2050 നാം ഡെവലപ്ഡ് നേഷൻ ആവും? അക്കോർഡിംഗ് ടു യുവർ പ്രൈം മിനിസ്റ്റർ, നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ തന്നെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ. അല്ല, ചരിത്രമെന്നും ചരിത്രമായി തന്നെ നിൽക്കും, അതിൽ യാതൊരുവിധ സംശയവുമില്ല. ആ ചരിത്രത്തെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉള്ളത് കാര്യങ്ങളെന്ന് പറഞ്ഞ് മറക്കാനോ പൊറുക്കാനോ ഒന്നും അത്ര പെട്ടെന്നൊന്നും ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് കഴിയുകയുമില്ല. അത് ചരിത്ര സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് നേരെ സംഘടിതമായി നടത്തുന്ന മതപ്രസംഗങ്ങൾ BJP ആണോ നടത്തുന്നത്? ഇവിടെ ലീഗുകാർ എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു. താങ്കൾ എന്തേ ലീഗ് പ്രതിനിധിയെ വിളിച്ചിരുത്തി ചോദിക്കാത്തത്? CPM-ന്റെ നേതാക്കന്മാർ എത്രയോ തവണ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരോടെല്ലാം വിളിച്ചിരുത്തി ചോദിക്കാതെ ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും വസ്തുതാപരമായ ചരിത്രമോ നിലനിൽക്കുന്ന കാര്യങ്ങളോ നിങ്ങൾക്ക് മാത്രമാണ് വലിയ പ്രശ്നം. പറയട്ടെ, ഈ രാജ്യം വികസിത രാഷ്ട്രമായി മാറുമ്പോൾ പറയട്ടെ ഒരു കാര്യം കൂടി പറയട്ടെ, വികസിത രാഷ്ട്രമായി മാറുമ്പോൾ അതിന് അടിത്തറ പണിയുന്നത് എന്താണ്? AI ഉച്ചകോടിയിൽ ഫ്രാൻസിൽ ഇന്നലെ അധ്യക്ഷനായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തപ്പോൾ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി AI പറ്റി പറഞ്ഞത് എന്താണ്? ശുദ്ധ വിവരക്കേട്, അസംബന്ധമല്ലേ? ആധുനിക കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ചിന്തിക്കാനോ പറയാൻ പറ്റുന്ന ഒന്നാണോ ME ഗോവിന്ദൻ പറഞ്ഞത്? അപ്പോൾ അവരാണ് കേരളത്തെ പിന്നോട്ട് നയിക്കുന്നത്. ആദ്യം ME ഗോവിന്ദൻ മാസ്റ്ററാണ് തന്റെ വാക്കുകൾ പിൻവലിച്ച് കേരളത്തിന്റെ അല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യരോട് മാപ്പ് പറയേണ്ടത്. അതാ AI പറ്റി ചർച്ച ചെയ്യൂ. ആധുനിക കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ തൊഴിൽ സാധ്യതകൾ കുറയും, അത് രാജ്യത്ത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കാൻ ഇടയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന കമ്പ്യൂട്ടർ വന്നപ്പോൾ പോലും എഴുതിക്കൊണ്ട് ലേഖനം എഴുതിയ നേതാക്കന്മാരാണ് മാർക്സിസ്റ്റ് തിന്നുന്ന ലോകം, കൈകളിൽ പണിയെത്തിക്കൂ, കമ്പ്യൂട്ടറുകൾ പുറത്തോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറുകൾ തച്ചു തകർത്തു. സ്വകാര്യ സർവകലാശാലകൾക്ക് നിങ്ങൾ സമരം ചെയ്തു. TP ശ്രീനിവാസനെ
തന്നെയാണ് IT പാർക്ക് അടക്കം വന്നത് ആരുടെ ഭരണകാലത്താണെന്നുള്ളത് പരിശോധിക്കും. IT പാർക്ക് അടക്കം എല്ലാ കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളും വന്നത് ആരുടെ ഭരണകാലത്താണെന്ന് പരിശോധിക്കും. അധികാരത്തിൽ വരുമ്പോൾ അതെല്ലാം നടപ്പിലാക്കുകയും ചെയ്ത ഒരു ഗതികെട്ട സർക്കാർ കേരളം ഭരിക്കുന്നുണ്ടാണ് കേരളത്തിന് മുന്നേറാൻ കഴിയാത്തത്. ഹിന്ദുവിന്റെ പ്രസ്ഥാനം നിങ്ങൾ ചർച്ച ചെയ്യൂ. അത് ബിജെപിയുടെ വാദം. ഇന്ത്യ ഭരിക്കുന്നത് ഇതുപോലെ ഒരു നെറികെട്ട സർക്കാരാണെന്ന് സൂചിപ്പിക്കുന്ന പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വിദ്വേഷ രാജ്യത്തെ പിന്നോട്ട് നയിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വകാര്യ സർവകലാശാലകൾ ചർച്ച ചെയ്യപ്പെടണം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് വിദ്വേഷ പ്രസംഗവുമായി ഇതും വിദ്വേഷമാണ്. പാർട്ടി നടത്തുന്ന വിദ്വേഷം തന്നെയാണ് ഈ രാജ്യത്തിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന സർവകലാശാല രാജ്യത്തിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്നതാണ് മോദിയുടെ അടക്കമുള്ള ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ യശസ് കെടുത്തുന്നതാണ്. കാരണം ശരിയാണ്, ഫ്രാൻസിൽ പോയിരിക്കാം, പക്ഷെ ഫ്രാൻസിലെ പ്രധാനമന്ത്രി കൈ കൊടുക്കാൻ പോലും മാക്രോൺ മുതിരാതെ ചുറ്റുമുള്ളവരുടെ കൈ കൊടുത്തു പോകുന്നതിന്റെ വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ട്. ഇന്ന് ഇമ്മാനുവൽ മാക്രോണും നരേന്ദ്രമോദിയും ഉണ്ടായിരുന്ന ഫ്രാൻസിൽ ആ ഉച്ചകോടിയുടെ അധ്യക്ഷനായി പങ്കെടുത്തത് ഈ രാജ്യത്തിന്റെ അഭിമാനമായ നരേന്ദ്രമോദിയാണ്. അവർ ഒരുമിച്ച് കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്ത സമയത്തൊക്കെ കൈ കൊടുത്തില്ല, മുഖത്തോട്ട് നോക്കിയപ്പോൾ തിരിഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നത് എന്ത് പ്രസ്താവനയാണ് താങ്കൾ നടത്തുന്നത്? ശ്രീ എ മാരിഫ്, അതായത് വിദ്വേഷ പ്രസംഗം എന്ന നിലയിൽ രാജ്യത്ത് ചില കണക്കുകൾ എത്തുകയാണ്. ആ കണക്കുകൾ ഒരു വിദേശ ഏജൻസി ആണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വാഷിംഗ്ടൺ DC ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെൻറ്റർ ഫോർ സ്റ്റഡീസ് ഓഫ് ഓർഗനൈസ്ഡ് ഹേറ്റ്, അതിൻ്റെ കീഴിലുള്ള ഇന്ത്യ ഹേറ്റ് ലാബാണ് ഇത്തരത്തിലൊരു പഠനം നടത്തിയിരിക്കുന്നത്. ഈ പഠനങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും അതൊക്കെ പാർലമെൻറ്റിലടക്കം വിമർശനങ്ങളായി രാജ്യത്തിൻ്റെ കോണുകൾ ഉയരുകയും ചെയ്തതാണ്. പക്ഷേ അതൊരു റിപ്പോർട്ടായി കണക്കുകളായി വരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ യശസ്സിനെ കെടുത്തുന്ന ഒരു വശമായി അത് ഉയരുമെന്ന ആശങ്കയാണ് ഈ ചർച്ചയ്ക്ക് നിദാനം. ശ്രീ എ മാരിഫ്, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ആദ്യമായി എനിക്ക് എൻ്റെ ബഹുമാനായ BJP പ്രതിനിധിയോട്, ശ്രീ വിഷ്ണുവിനോട് സൂചിപ്പിക്കാനുള്ളത്, വളരെ സഹിഷ്ണുതയോടുകൂടി, അദ്ദേഹം വളരെ അസഹിഷ്ണുതയോടുകൂടി ആക്രമണോത്സുകമായി കണ്ണിക്കണ്ടതെല്ലാം വിളിച്ചു പറയുന്ന രൂപത്തിലാണ് ഒരു റിപ്പോർട്ടിനെ ആസ്പദമാക്കിയുള്ള ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തത്. ഇന്ത്യ ഹെയ്റ്റ് ലാബ് റിപ്പോർട്ട് അതൊരു വിദേശ ഏജൻസിയാണ്. രാജ്യത്തെ ലോകത്തെ വിദേശ ഏജൻസികളൊക്കെ നമ്മളെക്കുറിച്ചും നമ്മൾ വിദേശ രാജ്യങ്ങളിലെ സംഭവങ്ങളെക്കുറിച്ചും നമ്മളും ഒക്കെ പഠനം നടത്താറുണ്ട്. നമുക്ക് ധാരാളം സ്റ്റഡീസ് സെൻ്ററുകളുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിനുണ്ട്, ഇന്ത്യ ഗവൺമെൻറ് അല്ലാതെയുണ്ട്. അവയെല്ലാം പഠിച്ച് ഓരോ റിപ്പോർട്ടുകൾ ഓരോ രാജ്യത്തെക്കുറിച്ചും ആ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചും നടത്തുമ്പോഴും നമ്മളെക്കുറിച്ചും ഇതുപോലെ തന്നെ അവിടെ അപ്പുറത്തും ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പോലെ തന്നെ നമ്മളെക്കുറിച്ച് മറ്റുള്ള രാജ്യങ്ങളിലെ ഒഫീഷ്യലും അൺഒഫീഷ്യലുമായിട്ടുള്ള സംവിധാനങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ആ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങളോ ആരോപണങ്ങളോ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് ഞങ്ങളുടെ വിമർശനം, ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ ഹേറ്റ് സ്പീച്ച്, അതിൽ വല്ല വസ്തുതയുണ്ടോ എന്ന് പറഞ്ഞ് അതിൻ്റെ കണ്ടൻറ്റുകളെ ഖണ്ഡിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു ചർച്ചയിൽ ചെയ്യേണ്ട സാമാന്യ മര്യാദ. അല്ലാതെ അതിന് പകരം വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ ചില വ്യക്തികളെ വിമർശിച്ചതിൻ്റെ അതാണ് വിദ്വേഷം എന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുകയാണ്. മതപരമായ സ്പർദ്ധയെ വളർത്തുകയും മതപരമായ വിദ്വേഷത്തെ വളർത്തുകയും അത് തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തതിനെ സംബന്ധിച്ചുള്ള വിവിധ രാജ്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണ് അവരൊരു പഠനം നടത്തി റിപ്പോർട്ട് വെച്ചിട്ടുള്ളത്. ആ പഠന റിപ്പോർട്ടിൽ വലിയ തോതിലുള്ള വർധനവ് 2023 നിന്നും 2024 ഹെയ്റ്റ് സ്പീച്ചിൽ, വിദ്വേഷ പ്രസംഗങ്ങളിൽ 74% വർധനവുണ്ടായിരിക്കുന്നു. ആ വർധനവിനെ ആസ്പദമാക്കി അവർ പറഞ്ഞ പ്രസംഗങ്ങളെ കൂടി സമ്മറൈസ് ചെയ്ത്, മുഴുവൻ വായിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിക്കാണത്തില്ലെങ്കിലും ആ പറഞ്ഞിട്ടുള്ള സമ്മറൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഗൂഗിളിൽ കിട്ടും. ആ കിട്ടിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതാണ് ഞങ്ങൾ നടത്തിയ വിദ്വേഷ പ്രസംഗം. ഞങ്ങളുടെ പ്രധാനമന്ത്രി ലോകാരാധ്യനായ നരേന്ദ്രമോദി ഇന്ത്യയിൽ നടത്തിയ ചില പ്രസംഗങ്ങളെക്കുറിച്ച് ഇതൊക്കെയാണ് നടത്തിയ പ്രസംഗം. അതെങ്ങനെ നിങ്ങൾക്ക് വിദ്വേഷ പ്രസംഗമായി മാറും എന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഒരു മാന്യമായ ചർച്ചാ രീതി. അതിന് പകരം
വ്യക്തിപരമായ ചില വിമർശനങ്ങൾ ഓരോരുത്തരെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ സഖാവ് പിണറായി വിജയനെക്കുറിച്ച്, പ്രേമേന്ദ്രനെക്കുറിച്ച് പറഞ്ഞു. ഞാനാണെങ്കിൽ അതിൽ കൂടുതൽ പറഞ്ഞത് കാര്യം എന്താണെന്ന് വെച്ചാൽ, തലേ ദിവസം ഞങ്ങൾക്ക് വന്ന് ഉമ്മൻചാണ്ടിയുടെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് നടത്തിയിട്ടുള്ള സരിതാ സംഭവവുമായി ബന്ധപ്പെട്ട തീവട്ടിക്കൊള്ളയ്ക്ക് ക്ലാസ് എടുത്ത ഒരാളാണ് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ. നല്ല പ്രസംഗമായിരുന്നു ആലപ്പുഴ വന്ന്. ആ ക്ലാസ് കേട്ടിട്ട് ഞങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ ഞാൻ ഉമ്മൻചാണ്ടിയോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞു പോയതാണ്, വസ്തുതയിൽ അതൊന്നും അല്ല എന്ന് പറഞ്ഞ് മാറ്റി പിറ്റേ ദിവസം പ്രസംഗിക്കുന്ന ഒരാളെക്കുറിച്ച് സഖാവ് പിണറായി വിജയൻ പറഞ്ഞാൽ മതിയോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറയാമെങ്കിൽ അതൊക്കെ എടുത്തു വെച്ചാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിന് മറുപടി എന്ന നിലയിൽ അദ്ദേഹം കാണരുത്. അദ്ദേഹം വളരെ സമചിത്തയോടുകൂടി, ഞാൻ അതാ പറയുന്നത്, വീണ്ടും പറയുകയാണ്, എങ്ങനെയെങ്കിലും വായിൽ വന്നതെല്ലാം വിളിച്ചു വിളമ്പി പിന്നെ വന്ന റിപ്പോർട്ടിനെ മറച്ചു പിടിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ആ വന്നതിനെ ഖണ്ഡിക്കുക നിങ്ങൾ വസ്തുതാപരം. ഞാൻ ഒന്ന് പറയാം, ഞാൻ ഏതൊക്കെയാണെന്ന് പറയാം. ഇപ്പോൾ പിന്നെ ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് മുസ്ലിംസ് വെർ ടാർഗറ്റഡ് ദ മോസ്റ്റ് with 98.5% of recorded instances of hate speech directed against them. അപ്പോൾ അതിന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സ്പീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. കാര്യം ഒരുപാട് ഞാൻ മാത്രം സമയം എടുക്കുന്നത് ശരിയല്ല, അദ്ദേഹത്തിന് മറുപടി പറയാൻ സമയം കൊടുക്കണമല്ലോ. മെയ് 14 കോഡർമ ജാർഖണ്ഡ് മോഡി പറയുക, ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറയുകയാണ്, the idols of our gods are being destroyed and that these infiltrators have threatened the security of our sisters and doctors. വളരെ കൃത്യമല്ലേ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ആരെയാണ് നമ്മുടെ ദൈവത്തിൻ്റെയും നമ്മുടെ ബിംബങ്ങളെയും നമ്മുടെ ആരാധനകളെയും തകർക്കുന്ന ശ്രമിച്ചവർ എന്ന് ഈ നുഴഞ്ഞു കയറ്റക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹോദരിമാരെയും നമ്മുടെ മക്കളെയും അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ മെയ് 17 സ്പീച്ച് ഇൻ ബറാബങ്കി ഉത്തർപ്രദേശ് അദ്ദേഹം അടുത്ത സ്പീച്ച് നടത്തുകയാണ്. The political opposition would harm the newly opened Ram temple. അവർ നമ്മുടെ പുതിയതായി നിർമ്മിച്ച രാം ടെമ്പിൾ ആക്രമിക്കപ്പെട്ടേക്കാം. Controversially built up top the race historical mosque at Ayodhya. He said that the opposition alliance came to power. അവർ വന്നിരുന്നെങ്കിൽ they will again send Ramalalla, the Hindu deity Lord Ram, to the tent and they will run a bulldozer over the temple. കണ്ടോ പറയുന്നത്? എന്താ പറയുന്നത്? അവർ വന്നാൽ പിന്നെ അടുത്തത് മെയ് 7. ഞാൻ ഓരോ ഡേറ്റ് ബാറാ പറയുന്നത്. അങ്ങ് ഇതിനെയൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് എന്ന് പറഞ്ഞ് വിമർശിക്കട്ടെ. The Congress party intend to give priority to Muslim even in sports. നോക്കിക്കേ, ആരെങ്കിലും വിഷം കലക്കുമോ സ്പോർട്സിൽ? സോ കോൺഗ്രസ് വിൽ ഡിസൈഡ് ഹൂ വിൽ മേക്ക് ദ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ. ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? വിഷം കലക്കുന്നത് നോക്ക്. The Prime Minister Modi repeatedly claimed the opposition political parties intend to wipe out Hindu faith from the country. On May 2nd, speech in Junagadh, Gujarat. പറയുകയാണ്, അവർ വന്നു കഴിഞ്ഞാൽ ഹിന്ദു വിശ്വാസത്തെ തുടച്ചു നീക്കും. കോൺഗ്രസ് വന്നത് ഹിന്ദു വിശ്വാസം വന്നത് ലോകത്താർക്കെങ്കിലും ആ വിശ്വാസത്തെ തുടച്ചു നിൽക്കാൻ പറ്റുമോ? ഒരാൾക്കും പറ്റൂല. എന്നിട്ടും അടിച്ചു വിടുകയാണ്. നോക്കിയേ, അത് കഴിഞ്ഞത് അടുത്തത് അദ്ദേഹത്തിന്, ഐ വാണ്ട് ടു ആസ്ക് ഇഫ് ലോർഡ് റാം ലോസസ് ഹൂ വിൻസ്? നമ്മുടെ ദൈവമായ രാമൻ പരാജയപ്പെട്ടാൽ പിന്നെ ആരാ ജയിക്കുന്നത്? നോക്കിക്കോ, ഇങ്ങനെ ഓരോന്നോരോന്നും വച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ. കോൺഗ്രസ് വിൽ ഗീവ് കോട്ട ഈവൻ ഗവൺമെൻറ് കോൺട്രാക്ട്സ് ടു ദ ബേസിസ് ഓഫ് റിലീജിയൻ. കണ്ടോ? മോഡി ഓഫൻ ഇംപ്ലൈഡ് ദാറ്റ് മുസ്ലിം endangered that the safety of girls and women in the country. They align with the Pakistan and terrorists. ഇങ്ങനെ ആണോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യം വിഭജിക്കപ്പെടുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മതരാഷ്ട്രമുണ്ടാക്കുന്ന ഘട്ടത്തിൽ ആ മതരാഷ്ട്രത്തിൻ്റെ പിന്നാലെ പോകാതെ ഒരു മതേതര രാഷ്ട്രമായി ഇവിടെ ജനിച്ചു വീണ മുസൽമാൻ, ഇവിടെ വളർന്ന മുസൽമാൻ, ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്ന മുസൽമാൻ ഇവിടെ മണ്ണിൽ മരിച്ചു വീണ് ഈ മണ്ണിൽ ലയിച്ചു ചേർന്ന് ഈ മണ്ണിനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന മുസൽമാന്മാർ, അവരെയെല്ലാം രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാവോ?
വിദ്വേഷികളായി ചിത്രീകരിക്കാമോ? ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചെയ്തതിൻ്റെ ഓരോ ഡേറ്റ് ബാറുള്ള റിപ്പോർട്ട് അവർ പഠിച്ച് പുറത്ത് കൊണ്ടുവരുമ്പോൾ ഏതാണ്ട് പിന്നെന്താ സ്പോൺസേഡ് സംഘടനകൾ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് മൊത്തത്തിൽ നിങ്ങൾ ആക്ഷേപിച്ച് ഒഴിയുകയാണോ വേണ്ടത്? ഇതെല്ലാം നടത്തിയ പ്രസംഗങ്ങളല്ലേ? പോട്ടെ, ഈ പ്രസംഗം ഇലക്ഷൻ സമയത്ത് വലിയ തോതിൽ മോഡിയുടെ ഹെയ്റ്റ് സ്പീച്ച് വേൾഡ് വൈഡായിട്ട് ലോകോത്തരമായി ചർച്ച ചെയ്യപ്പെട്ടു. എല്ലാ ഇന്ത്യയിലെ മാധ്യമങ്ങളും അതുപോലെ വിദേശ മാധ്യമം BBC ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും ഹെയ്റ്റ് സ്പീച്ചിനെ കുറിച്ച് എഴുതി, എഡിറ്റോറിയൽ എഴുതി. ആ ഇലക്ഷൻ കമ്മീഷൻ 2 BJPയുടെ നേതാക്കന്മാരെ അവരെ പ്രസംഗത്തിൽ നിന്ന് അവരെ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഗത്യന്തരമില്ലാതെ 2 പേരെ തടഞ്ഞു. നിങ്ങളതെല്ലാം മറന്നു പോകരുത്. നമ്മൾ വിദ്വേഷ പ്രസംഗം ഒരു രാജ്യത്തിൻ്റെ നമ്മുടെ യോഗി ആദിത്യനാഥ് അദ്ദേഹം അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഇത് 80% 20% തമ്മിലുള്ള മത്സരമാണ്. തീർച്ചയായും 80% 20% തമ്മിലുള്ള മത്സരമാണോ? അതടക്കം അത് 100% പേര് ഞാൻ തിരിച്ചെത്താം. ശ്രീ 80-20 ആരിഫ്, ഞാൻ തിരിച്ചെത്താം. ശാസ്ത്ര പ്രചാരകനും അധ്യാപകനുമായ ഡോക്ടർ TS ശ്യാംകുമാർ കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ശ്യാംകുമാർ, ഈ വിദ്വേഷ പ്രസംഗങ്ങൾ എന്നത് യാദൃശികമായ ഒന്നല്ല. ഇത് വളരെ പ്ലാൻഡായി ഓരോ ഘട്ടത്തിലുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുന്നതാണ്. ചരിത്രത്തിൻ്റെ കാര്യങ്ങൾ പറിച്ചു നടുമ്പോൾ അതെങ്ങനെ വിദ്വേഷമാകുമെന്നാണ് BJP നേതാവ് ചോദിക്കുന്നത്. അത് യുക്തിപരമായി ശരിയാണെന്ന് തോന്നുന്നു, ആണോ? ഒട്ടും ശരിയായിട്ടുള്ളൊരു നിരീക്ഷണമല്ല. ഞാൻ കരുതുന്നത് ഈ വിദ്വേഷ പ്രചരണം പുതുതായിട്ടുള്ളൊരു കാര്യവുമല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു വാചകം അതിലേക്ക് ഞാൻ ഉദ്ധരിക്കും. BJP നേതാവായ സുരേഷ് സോണി അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അത് ഞാൻ ആ വാചകം കൂടെ കോട്ട് ചെയ്യാം. ദലിതരുടെ ഉത്ഭവം സംഭവിച്ചത് തുർക്കികൾ, മുസ്ലിങ്ങൾ, മുഗളർ എന്നിവരുടെ കാലഘട്ടത്തിലായിരുന്നു. മധ്യകാലഘട്ടത്തിലോ ഇസ്ലാമിക കാലഘട്ടത്തിലോ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും എതിരായ അതിക്രമങ്ങളുടെ ഫലമായാണ് ഇന്നത്തെ വാൽമീകി, സുദർശൻ, മജാബി, സിഖുകാരും അവരുടെ 624 ഉപജാതികളും നിലവിലാണ്. എന്താണ് BJP നേതാവായ സുരേഷ് സോണിയുടെ ഈ ചിന്താഗതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? വിദ്വേഷ പ്രസംഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, ദളിതർക്കും ആദിവാസികൾക്കും എതിരായിട്ട് ഇവരുടെ ഈ വിദ്വേഷ പ്രസംഗം തുടങ്ങിയിട്ട് കാലം കുറയായി. ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികളുടെ വിദ്വേഷ പ്രസംഗങ്ങളുടെ വേര് കിടക്കുന്നത് ഇന്ത്യയിലെ ചാതുർവർണ്ണ വ്യവസ്ഥയിലും പദനിബന്ധമായ ബ്രാഹ്മണിക മൂല്യ വ്യവസ്ഥയിലുമാണ് എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണ് കേരളത്തിലെ മോഹൻ ഭാഗവത് വന്നപ്പോൾ അദ്ദേഹം ഒരു പരാമർശം നടത്തി. ആ പരാമർശം നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു പരാമർശം. അദ്ദേഹം നടത്തിയ പരാമർശം ഇന്ത്യക്കാരെല്ലാവരും പരമ്പരാഗത വസ്ത്രം ധരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പരമ്പരാഗത വസ്ത്രം ധരിക്കണം. എന്താണ് ഈ പരമ്പരാഗത വസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരമ്പരാഗത വസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു ചരിത്രഭൂതകാലത്തില് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത്? ശരിയായ ആത്മാഭിമാനമുള്ള വസ്ത്രം ധരിക്കാൻ ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും ബഹുജനങ്ങൾക്കും കഴിയുമായിരുന്നു. അപ്പൊ ആത്മാഭിമാനമുള്ള വസ്ത്രം ധരിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. തന്നെയല്ല, എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരേന്ത്യയിൽ നോക്കിയാൽ അറിയാം. വിവാഹത്തിന് നവവരന് കുതിരപ്പുറത്ത് സഞ്ചരിക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന് മീശ വെക്കാൻ കഴിയില്ല, നവവരന് തലയെക്കെട്ടോ അല്ലെങ്കിൽ തലയിൽ തൊപ്പി വെച്ച് ധരിക്കാൻ കഴിയില്ല. അപ്പൊ ആത്മാഭിമാനത്തോടെ ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും ബഹുജനങ്ങളും ഒക്കെ തന്നെ അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള വസ്ത്രം ധരിച്ച് ഇന്ത്യയുടെ ബ്രാഹ്മണിക മൂല്യ വ്യവസ്ഥകൾക്കെതിരായിട്ട് സഞ്ചരിക്കുന്നു. ഇന്ത്യൻ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് കുറുകെ അവർ സഞ്ചരിക്കുന്നു, അതിനെ മറികടക്കുന്നു എന്ന ആദ്യപൂണ്ടത്താണ് ഇന്ത്യയിലുള്ളവർ പരമ്പരാഗത വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നത്. അത് സവർണരോടല്ല അതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇന്ത്യയിലെ ദളിതരോടും ആദിവാസികളോടുമാണ് ഇത്തരം ഒരു പരാമർശം അദ്ദേഹം നടത്തുമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഇത് കേവലമായ ഒരു പരാമർശമല്ലെന്നും യാദൃശ്ചികമായ ഒരു പരാമർശമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പൊതുവെ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയത് 1050 പരാമർശങ്ങളാണ്. ഇരു വിഭാഗങ്ങൾക്ക് വരെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എതിരെ ഹിന്ദുത്വ ഭരണകൂട ശക്തികൾക്ക് നേതൃത്വം വഹിക്കുന്നവർ നടത്തിയത് 98.5% വിദ്വേഷ പ്രസംഗങ്ങളാണ്. ഇത് പുതിയ കണക്ക് മാത്രമല്ല. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണക്കനുസരിച്ച് ഭീകരമായ രീതിയിലാണ് മുസ്ലിങ്ങൾക്കെതിരെ ഉള്ള പരാമർശങ്ങൾ, വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. അതില് ആരും പിന്നല്ല, ഇവിടെ സൂചിപ്പിച്ചു, ആരിഫ് സൂചിപ്പിച്ചു, കായിക രംഗത്ത് പോലും മുസ്ലിങ്ങൾക്ക് മുൻഗണന നൽകാൻ ഉദ്ദേശിക്കുന്നു. അതിനാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ആര് വേണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കും. ഇതാരാണ് പറയുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി മെയ് 7
മധ്യപ്രദേശിലെ താറിൽ നടത്തിയ ഒരു പരാമർശമാണ്. മറ്റൊരു പരാമർശം അദ്ദേഹം നടത്തുന്നതാണ്, ദളിതർ, ആദിവാസികൾ എന്നിവരുടെ സംവരണം മുസ്ലിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നു. ഇതാണ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് റാലിയില് ഹിന്ദുത്വ ഭരണകൂടത്തിന് നേതൃത്വം വഹിക്കുന്നവർ പറയുന്നത്. ഇവർ തന്നെയല്ലേ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് ദളിതർക്കോ ആദിവാസികൾക്കോ സംവരണം വർദ്ധിപ്പിക്കാമല്ലോ. എന്തുകൊണ്ട് സംവരണം വർദ്ധിപ്പിക്കുന്നില്ല? സ്വകാര്യ മേഖലയിലടക്കം എന്തുകൊണ്ടാണ് ദളിതർക്കോ ആദിവാസികൾക്കോ സംവരണം കൊടുക്കാത്തത്? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവർ തന്നെയല്ലേ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപക വസ്തുക്കളിൽ കേവലം 121 പേര് മാത്രമാണ് ദളിതരും ആദിവാസികളും. ബാക്കിയുള്ള ആയിരക്കണക്കിന് വസ്തുക്കളിൽ സവർണരാണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന വിദ്വേഷ വിത്തുകൾ പാകുന്നവർക്ക് ദളിതരോടും ആദിവാസികളോടും സ്നേഹമില്ലാത്തതും? അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ദളിതരുടെയും ആദിവാസികളുടെയും സംവരണം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നുള്ള തീർത്തും വസ്തുതാവിരുദ്ധമായ ഒരു പരാമർശം അവർ നടത്തുമായിരുന്നു. ഇനി അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് ഈ ഇന്ത്യൻ IIT-കളിലുള്ള ഈ സംവരണ വിരുദ്ധമായ ദളിതരെയും ആദിവാസികളെയും പുറന്തള്ളുന്ന ഒരു വ്യവസ്ഥയ്ക്കെതിരായി എന്തുകൊണ്ടാണ് ഇവർ പ്രവർത്തിക്കാത്തത്? അങ്കുർ പലിവാളിന്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 97% തസ്തികൾ അധ്യാപക തസ്തികളിലും അധ്യാപകരായിട്ട് സേവനമനുഷ്ഠിക്കുന്ന സവർണരാണെന്നാണ്. എന്തുകൊണ്ട് ഇതിന് അവർ മാറ്റം വരുത്തുന്നില്ല? അപ്പൊ വെറുതെ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങളാണ് നടത്തുന്നത്. രാജ്യത്തെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ മുസ്ലിങ്ങളെ അപകടത്തിലാക്കുമെന്നാണ് പറയുന്നത്. ഇതിനെന്താണ് തെളിവ്? യാതൊരു തെളിവുമില്ലാതാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. ദളിതർക്കെതിരായി, ഇന്ത്യയിൽ ആദിവാസികൾക്കെതിരായി ആരാണ് അക്രമം നടത്തുന്നത്? ഈ സവർണ ബ്രാഹ്മണ്യ ശക്തികളല്ലേ ഇന്ത്യയിൽ ദളിതർക്കോ ആദിവാസികൾക്കോ എതിരെ ഭീകരമായ ആക്രമണം നടത്തുന്നത്? അത് നമ്മൾ കാണണ്ടേ? നോക്കൂ, മെയ് 4-ന് കർണാടക സംസ്ഥാന BJP ഒരു മുസ്ലിം വിരുദ്ധ അനിമേറ്റഡ് വീഡിയോ പോസ്റ്റ് ചെയ്തു. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അത് നീക്കം ചെയ്യുന്നത്. അതുപോലെ മെയ് 30-ന് ഹിമാചൽ പ്രദേശില് യോഗി ആദിത്യനാഥ് നടത്തിയ പ്രചാരണ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് 17-ാം നൂറ്റാണ്ടിലെ മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രതിപക്ഷ കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് ഇസ്ലാമിക നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതെന്താ, രാജ്യം ഇസ്ലാമിക ഭരണത്തിന് കീഴില്ല? നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യമല്ലേ? രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്കെതിരെ അതിക്രമം നടക്കുന്നു. ഒരു ദയാദാക്ഷിണ്യമില്ലാതെ അവരുടെ ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റപ്പെടുന്നു. ഒരു ദയാദാക്ഷിണ്യമില്ലാതെ ബുൾഡോസർ കൊണ്ട് മുസ്ലിങ്ങളുടെ ഭവനങ്ങൾ ഇടിച്ചു നിരത്തപ്പെടുന്നു. ഈ ഒരു രാജ്യത്തിരുന്നാണ് പറയുന്നത് രാജ്യത്ത് ഇസ്ലാമിക നിയമമാണ് നിലനിൽക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവന്നു, സാക്ഷ്യ അധിനിയമം കൊണ്ടുവന്നു. ഇതെല്ലാം ആരാണ് കൊണ്ടുവന്നത്? ഇതെല്ലാം ഇപ്പോഴത്തെ ഭരണകൂട ശക്തികൾ തന്നെയല്ലേ കൊണ്ടുവന്നത്? എന്നിട്ട് അതിനെതിരായിട്ടുള്ള വസ്തുതാവിരുദ്ധമായ വാദങ്ങൾ അവതരിപ്പിക്കുക. ഇത് തീർത്തും ചരിത്രവിരുദ്ധമായ പരാമർശമാണ്. ഇത് സത്യത്തില് രേവതി ലോളിന്റെ ഒരു പുസ്തകമുണ്ട്, ദ അനാട്ടമി ഓഫ് ഹേറ്റ് എന്ന് പറയുന്ന പുസ്തകം. അവരതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ഹേറ്റ്, ഈ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഞാൻ ശ്രീ ശ്യാംകുമാർ ഒന്ന് പോയതിനു ശേഷം വരാം. ശ്രീ ആരിഫ് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? അല്ലെ ശ്രീ അജിംസ്, ഞാൻ ചർച്ച ചെയ്തതിൻ്റെ എൻ്റെ പ്രസൻറ്റേഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് അദ്ദേഹം ബഹുമാനായ ശ്രീ ശ്യാംകുമാറിന് ഹാൻഡ് ഓവർ ചെയ്തത്. ഞാൻ ഈ വിദേശ സംഘടനകളുടെ കാര്യം മാത്രമല്ല, ഇന്ത്യക്കകത്ത് പിന്നെ ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സംഘടന നടത്തിയ ഒരു പഠനത്തിൽ കഴിഞ്ഞ 4-5 കൊല്ലം കൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ എത്ര ആരാധനാലയങ്ങൾ ഇന്ത്യയിൽ ഇടിച്ചു തകർത്തു, ക്രൈസ്തവ പുരോഹിതന്മാരെ ആക്രമിക്കപ്പെട്ടു, കന്യാസ്ത്രീകളെ ആക്രമിക്കപ്പെടുന്നു, അവർക്ക് സ്വതന്ത്രമായി അവർക്ക് സ്ഥാപനങ്ങൾ നടത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പഠന റിപ്പോർട്ടും ബഹുമാനായ വിഷ്ണു കണ്ടിട്ടുണ്ടോ? എല്ലാ പത്രത്തിലും അച്ചടിച്ച് വരുന്നുണ്ടല്ലോ, മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ അടിച്ചു വരുന്നുണ്ടല്ലോ, മറ്റ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അടിച്ചു വരുന്നുണ്ടല്ലോ. ആ പഠന റിപ്പോർട്ട് നമ്മുടെ ഇന്ത്യക്കകത്ത് നടത്തിയ പഠന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിനകത്തും ഈ IHLന്റെ റിപ്പോർട്ടിനകത്തും ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ടുള്ള പിന്നെ വിദ്വേഷ പ്രസംഗവും പറയുന്നുണ്ട്. അതിൽ പെർസെൻറ്റേജ് കൂടുതൽ മുസ്ലിംസിനെയാണെന്നേ പറയുന്നുള്ളൂ. റിപ്പോർട്ടുകളെ കുറിച്ച് ഈ വരുന്ന റിപ്പോർട്ടുകളെല്ലാം മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് നമ്മൾ അതിൻ്റെ കണ്ടൻറ്റുകളൊക്കെ അത് വളരെ നിസ്സാരവൽക്കരിച്ച് കളഞ്ഞാൽ മതിയോ എന്നുള്ളത് ചോദ്യമായിരുന്നു ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി
ചോദിക്കാനിരുന്നത്. അതാണ് അജിംസ് ഓവർലുക്ക് ചെയ്ത് അപ്പുറത്തോട്ട് പോയത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ച് വരുന്നതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ. തീർച്ചയായും അത് തന്നെയാണ്. ഞാൻ ബി ജി വിഷ്ണുവിലേക്ക് പോയതിന് ശേഷം ശ്രീ ഡോക്ടർ ശ്യാംകുമാറിലേക്കും ശ്രീ ആരിഫിലേക്കും തിരിച്ചെത്താം. ശ്രീ ബി ജി വിഷ്ണു, അതായത് ഈ BJP NDA ഇതേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നതാണ്, BBC അടക്കം ഈ റിപ്പോർട്ട് ആധികാരികമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് BJPയും NDAയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് 80% വിദ്വേഷ പ്രസംഗങ്ങളും നടത്തിയത്. ഇത് കേവലം കണക്കായി പറയുന്നതല്ല, ഓരോ പ്രസംഗങ്ങളും ആ സ്ഥലങ്ങളും അവിടെ പറഞ്ഞ വാചകങ്ങളും അതിനോടുള്ള വിമർശനങ്ങളും അതിൽ കേസ് എടുത്തിട്ടുള്ള ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ടാണ്. UP, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ഇവിടങ്ങളിൽ 47% വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയത്. 47%. ഇതെല്ലാം ഭൂരിഭാഗവും സിംഹഭാഗവും BJPയിലേക്കാണ്. രണ്ടാമത് വിശ്വ ഹിന്ദു പരിഷത്ത്, ബജരംഗ് ദൾ, സംഘപരിവാർ എന്ന് പറയാവുന്ന വിഭാഗത്തിൽപ്പെടുന്നവർ. ഈ രീതിയിലാണ് നമ്മുടെ രാജ്യം പോകുന്നതെങ്കിൽ എങ്ങനെയാണ് ഡെവലപ്ഡ് ആവുക? എങ്ങനെയാണ് വിദേശയാത്രകളിൽ ഈ നാടിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കാനാവുക എന്നതാണ് എൻ്റെ ചോദ്യം. അല്ല, ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തി, നാളെ US എത്തുന്നു. ഇങ്ങനെ നമ്മുടെ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും നമ്മുടെ രാജ്യത്തിനും അഭിമാനകരമായ ഒരുപാട് നേട്ടങ്ങളും സീനുകളും ഉണ്ടാകുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോലും, ഗൾഫ് രാജ്യങ്ങളിലടക്കം വലിയ വിശേഷാൽ ബഹുമതികളാണ് UAEയും സൗദി അറേബ്യ അടക്കം അവരുടെ സിവിലിയൻ ബഹുമതികൾ നൽകിയ പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇന്ത്യയിൽ മുൻപുണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രിക്ക് അത്തരത്തിലുള്ള സിവിലിയൻ ബഹുമതികളൊന്നും ഏറ്റുവാങ്ങാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം രാജഭരണ സ്ഥലങ്ങളല്ലേ, അപ്പോൾ അവിടെ സ്വാഭാവികമായും ഒരു വ്യക്തി വിചാരിച്ചാൽ അങ്ങനെ കൊടുക്കാനാകും. അതൊരു മാനദണ്ഡമല്ലല്ലോ. നമ്മുടെ നരേന്ദ്രമോദി എന്നല്ലാതെ അതിനു മുമ്പ് ഇരുന്ന എത്ര പ്രധാനമന്ത്രി, ഒരുപാട് പ്രധാനമന്ത്രി, കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ ഗൾഫ് രാജ്യങ്ങളിൽ അവരുടെ ഏറ്റവും ജവഹർലാൽ നെഹ്റു, താൽക്കാലിക പ്രധാനമന്ത്രിയായ ഗുൽസാരി ലാൽ നന്ദ, അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി, അതിനുശേഷമുള്ള ഇന്ദിരാഗാന്ധി, ചരൺ സിംഗ് അടക്കം ഒട്ടുമിക്ക പ്രധാനമന്ത്രിമാർക്കും ഇത് കിട്ടിയിട്ടുണ്ട്, ഇത്തരത്തിൽ വിദേശ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അല്ല, ഗൾഫ് ആരിഫ് ഉയർത്തുന്നു. ആരിഫ് എന്താണ് പറയുന്നത്? ശ്രീ ആരിഫ്, മനോഹരമായ ക്ഷേത്രമാണ് അബുദാബിയിൽ പണിയാൻ ഗൾഫ് ഭരണാധികാരികൾ അവസരം കൊടുത്തത്. ഇത്രയും കാലം മുമ്പിരുന്ന ഭരണാധികാരികൾ കൊടുത്തോ? നേരെ ഇപ്പോൾ കൊടുത്തില്ലേ? നമുക്ക് ക്ഷേത്രം വേണം, ഹിന്ദുക്കൾക്ക് ആരാധിക്കാൻ ക്ഷേത്രം വേണമെന്ന് പറഞ്ഞപ്പോൾ അബുദാബിയിൽ മനോഹരമായ, അതായത് അവിടുത്തെ ഏറ്റവും വലിയ മസ്ജിദിനേക്കാൾ വലിയ ടെമ്പിൾ പണിയാൻ അവസരം കൊടുത്ത നാടാണ് ആ UAE എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അതൊരു രാജ്യഘട്ടത്തിലെ ഭരണാധികാരികൾ തീർച്ചയായും അങ്ങനെ ലോകം മുഴുവൻ അങ്ങനെ ഒരു സമവായത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും രീതിയിലേക്ക് മാറുമ്പോൾ എന്തുകൊണ്ടാണ്, അതാണ് ശ്രീ ആരിഫ് ചോദിച്ചതിൻ്റെ വരികൾക്കിടയിൽ ഉള്ള അർത്ഥം. അതായത് ഈ ലോകം മുഴുവൻ ഇങ്ങനെ മതങ്ങളും അതെ വിശ്വാസങ്ങളും ഒക്കെ മറികടന്ന് സഹവർത്തിത്വത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഒക്കെ ഇടം തുറക്കുമ്പോഴാണ് ഈ ആധുനിക ജനാധിപത്യ കാലത്ത് ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇങ്ങനെ വിദ്വേഷ പ്രസംഗങ്ങൾ വരുന്നത്. അത് നമ്മുടെ ഇന്ത്യക്കാരുടെ പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ യശസ് പോകും. BG വിഷ്ണു, രാജ്യസ്നേഹം അവിടെയാണ് വേണ്ടത് അല്ലേ? ഞാൻ വേറൊന്നുമല്ല ശ്രീ വിഷ്ണു, ഞാൻ ഒറ്റ മിനിറ്റ് ഒരു മിനിറ്റ്. ഓക്കെ അജിംസ് ഒരൊറ്റ മിനിറ്റ്. പാർലമെന്റ് നടത്തിയ ഒരു സ്പീച്ചിനെ കുറിച്ച് പറയാനാണ്. അതായത് കഴിഞ്ഞ ഫ്രാൻസ് സന്ദർശന വേളയിൽ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഫ്രാൻസ് സന്ദർശിക്കുന്ന വേളയിൽ അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗം ഞാനിപ്പോൾ ഓർമ്മയിൽപ്പെടുത്തുന്ന പറയുകയാണ്. ഇപ്പോൾ നടത്തിയപ്പോൾ ലോക സമാധാനത്തെക്കുറിച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചത്. എന്നാൽ ആ സമയത്ത് അന്ന് അവിടുത്തെ മാധ്യമങ്ങൾ എഴുതിയ വാചകം ഇപ്പോഴും, അത് ഞാൻ കോട്ട് ചെയ്തുകൊണ്ടാണ് പാർലമെൻറ്റ് പ്രസംഗിച്ചത്. അപ്പോൾ അവിടെ നടത്തിയത് മണിപ്പൂരിലെ തീ അണയ്ക്കാൻ കഴിയാതെ വന്ന് ലോക സമാധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിൻ്റെ പൊരുൾ എന്താണ് എന്നാണ് അവർ ചോദിച്ചത്. ഞാൻ കുറച്ചുകൂടി അതൊന്ന് പൊലിപ്പിച്ചിട്ട് പറഞ്ഞു, താമസം മൂത്രപ്പരയിലാണെങ്കിലും അത്ര കച്ചവടമാണ് നമ്മുടെ ജോലി. ഏതാ ലിവിങ് ഇൻ ദി യൂറിനൽസ്, നമ്മൾ താമസിക്കുന്നത് മൂത്രപ്പരയിലാണ്, പക്ഷേ സെല്ലിങ് അത്തർ, നല്ല പെർഫ്യൂംസ്, സെല്ലിങ് പെർഫ്യൂംസ് എവരിവെയർ. ഇത് ഞാൻ കോട്ട് ചെയ്ത് പ്രസംഗിച്ചതാണ് പാർലമെന്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ജോലി. താങ്കൾ കേരള മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ചിട്ടാണോ പറഞ്ഞതെന്നാണ് എനിക്ക് സംശയം. കാരണം കേരള മുഖ്യമന്ത്രി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ചന്ദ്രശേഖരനെതിരെ കൊലപ്പെടുത്തുകയും മനുഷ്യന് വേണ്ടി മനുഷ്യത്വപരമായി ഒക്കെ ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുന്ന പിണറായി വിജയന്റെ മുഖം കാണുമ്പോഴാണോ താങ്കൾക്ക് അത്തരത്തിലുള്ള ഒരു വാക്ക്, അത് തന്റെ മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരാളാണെന്ന് പാർലമെന്റിൽ അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാവുന്നത്? മണിപ്പൂരിൽ ആയിരങ്ങൾ മരിച്ചു വീണു, ഫ്രാൻസിൽ പ്രതിഫലിച്ചു. അതല്ലല്ലോ സുഹൃത്തെ, നേതാവുണ്ടല്ലോ P. ജയരാജൻ.
എത്ര കൊലപാതക കേസിലാണ് പ്രതിയായിരിക്കുന്നത്. അദ്ദേഹം ചോര കുടിച്ചു വളർന്ന ഒരു രാഷ്ട്രീയ നേതാവ്. പക്ഷെ അദ്ദേഹം എപ്പോഴെങ്കിലും മനുഷ്യത്വ വിരുദ്ധമായോ അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി അല്ലാതെ പ്രസംഗിക്കുന്നത് നമ്മളാരും കേട്ടിട്ടുണ്ടോ? മനുഷ്യനാകണം. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ കൊന്ന പാർട്ടി ഏതാണ്? രാഷ്ട്രീയ എതിരാളികളെ എത്രയോ, ഞാനടക്കം അഭിഭാഷകനാണ്, എത്രയോ കേസുകൾ, കൊലപാതക കേസുകളിൽ CPM-ന്റെ പ്രവർത്തകർ ദിവസവും ശിക്ഷിക്കപ്പെടാറ് പറയുന്ന കേട്ടു. നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടല്ലോ. പറഞ്ഞപ്പോൾ ഞാൻ നിശബ്ദനായിരുന്നു കേട്ടു. താങ്കൾ പാലോട് പഞ്ചായത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടത്. ഞാൻ ഒറ്റ കാര്യം പറയുന്നു, നമ്മൾ പഞ്ചായത്തിനെ കുറിച്ച് ഞാൻ സംസാരില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്ര ആവലാതിപ്പെടുന്നത്? അതല്ലല്ലോ മനുഷ്യനാകണം എന്ന വലിയ പ്രസംഗങ്ങളും കവിതകളും തെരുവുകളിൽ ഉറക്കെ മൈക്കിലൂടെ വിളിച്ചു പറയുമ്പോഴും കോടതികളിൽ ഇന്ന് ഞാൻ പോകുന്ന കോടതിയിലടക്കം ഏറ്റവും വിചാരണ നടക്കുന്നത് CPM-കാർ ശിക്ഷിക്കപ്പെടുന്ന കൊലപാതക കേസുകളാണ്. അപ്പോഴാണ് ശ്രീ ആരിഫിന്റെ വാക്കുകൾ ചേരുന്നത്. മൂത്രപ്പുരയിലാണ് താമസമെങ്കിലും ബിജെപിയുടെയും സംഘപരിവാറിന്റെയും വക്താവായ വിഷ്ണുവാണോ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി പ്രതിഫലിക്കുന്നത്? എന്റെ വിഷ്ണു, ഒറ്റക്കാര്യം, മണിപ്പൂരിൽ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. അങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, വംശഹത്യ നടക്കുന്നു. അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രി ഫ്രാൻസിൽ പോയി സമാധാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ മാധ്യമങ്ങൾ പരിഹസിച്ചു. അത് ഇന്ത്യക്കാണ് അതിന്റെ പരിഹാസം ഏൽക്കുന്നത്. കാരണം പ്രധാനമന്ത്രിയാണല്ലോ ഇന്ത്യയുടെ. അതാണ് ആരിഫ് ചൂണ്ടിക്കാണിച്ചത്. അതാണ് താങ്കൾ അരിയെ കുറിച്ച് ചോദിക്കുമ്പോൾ പയറിനെ കുറിച്ച് എത്ര പത്രങ്ങൾ എഴുതി. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു, മനുഷ്യനാകണം എന്ന് പാടുന്നതിലല്ല, മനുഷ്യത്വം തിരിച്ചറിയണം. കാരണം മനുഷ്യന്റെ ചോര കുടിക്കാത്ത എത്ര മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. എന്താണ് BG വിഷ്ണു? ഒരു കാര്യവുമില്ലാതെ ആർക്കെതിരെയും ഉന്നയിക്കാവുന്ന ആരോപണങ്ങളുടെ വാക്കുകളല്ലാതെ ഇതിലെന്താണ് അർത്ഥം? മണിപ്പൂർ കലാപം, ഗുജറാത്ത് കലാപം, മണിപ്പൂർ കലാപം, ഗുജറാത്ത് കലാപം, കാശ്മീർ അടക്കമുള്ള പ്രദേശങ്ങളിൽ നടന്ന തീവ്രവാദ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന സൈനികർ, അവരുടെ സുരക്ഷയിൽ പരാജയപ്പെട്ടത് അടക്കം ഈ നാടിന്റെ യശസ് കെടുക്കുന്ന എത്രയോ കാര്യങ്ങൾ ഉള്ളപ്പോഴാണ് ചന്ദ്രശേഖരൻ ഇവിടെ കിടക്കുന്നു. മണിപ്പൂരിൽ ഒരു ജനത മുഴുവൻ കൊല്ലപ്പെടുന്നു. ഒരു ജനത മുഴുവൻ വംശീയ ഹത്യയുടെ പേരിൽ കൊല്ലപ്പെടുകയാണ്, വംശഹത്യ നടത്തുകയാണ്. ഒരു മണിപ്പൂരിലെ ഒരു ജനത മുഴുവൻ. പണ്ട് ഗുജറാത്തിൽ അത് നടന്നു. ഇങ്ങനെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ കലാപങ്ങൾ നടക്കുന്നു, നിരവധി വംശഹത്യകൾ നടക്കുന്നു. അതിനൊക്കെ നേതൃത്വം നൽകുന്ന ഒരു സംഘം സജ്ജൻ കുമാറിനെതിരെ സിഖ് കലാപം ആര് പറയുന്നു? ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം പ്രധാനമന്ത്രിയിൽ അതിനുശേഷമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഉത്തരവിട്ടിട്ടാണോ? അതെ, അതുൾപ്പെടെ സിഖ് കലാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുകയല്ലോ വേണ്ടത്. അല്ല BG വിഷ്ണു, ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുകയാണോ വേണ്ടത്? സിഖ് കലാപം ഉണ്ടായി, അത് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഉണ്ടായ കാലത്താണ്. അത് രാജീവ് ഗാന്ധിയാണ് അതിന് ഉത്തരം പറയേണ്ടത്. അതുകൊണ്ട് മണിപ്പൂരാകാം മോദിക്ക് എന്ന രീതിയിൽ വർത്തമാനം പറയുന്നത് ശരിയാണോ BG വിഷ്ണു? അതാണ് മണിപ്പൂരിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. മണിപ്പൂരിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. പ്രധാനമന്ത്രിയും ഞങ്ങളും ഒക്കെ മണിപ്പൂരിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് ഫ്രാൻസിൽ പറഞ്ഞപ്പോൾ അവിടുത്തെ മാധ്യമങ്ങൾ എഴുതിയ കാര്യമാണ്. മണിപ്പൂരിൽ കലാപം നടക്കുന്ന ആൾ ഇവിടെ വന്നിട്ട് സമാധാനം പ്രസംഗിക്കുന്നു എന്നും മാധ്യമങ്ങൾ ചോദിച്ചു ഇന്ത്യ പ്രധാനമന്ത്രിയെ കുറിച്ച്. അതാണ് ശ്രീ ആരിഫ് ചൂണ്ടിക്കാണിച്ചത്. അത് പാർലമെന്റിൽ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അത് പാർലമെന്റിൽ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അപ്പോൾ മറ്റേതെങ്കിലും കൊലപാതകമുണ്ടായല്ലോ, കലാപമുണ്ടായല്ലോ. അതായത് BG വിഷ്ണു കലാപം നടന്നാൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ആ നാട് ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ നിങ്ങൾ. തീർച്ചയായും മണിപ്പൂരിന്റെ കാര്യത്തിൽ അതെ, ഗുജറാത്ത് കലാപത്തിന്റെ കാര്യത്തിൽ അതെ. നിങ്ങളുടെ സർക്കാരുകൾ കേരളത്തിൽ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു സംഘർഷവും ആ സംഘർഷം നടന്നതിന് ശേഷം അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും അത് പിന്നീട് ആവർത്തിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. പിണറായി വിജയൻ 2016 ശേഷം ഇവിടെ ഒരൊറ്റ വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. അതടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കണം. പക്ഷേ മോദിയുടെ കാലം നോക്കൂ, മണിപ്പൂരിലില്ലേ കലാപം? നേരത്തെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്തിലില്ലേ? യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ ഭരണം
അത് ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ഇതൊക്കെ ദേശീയ ഏജൻസികളിൽ പഠന റിപ്പോർട്ടിൽ പ്രതിഫലിക്കുന്നു. ബി ജി വിഷ്ണു, ഇന്ത്യയെക്കുറിച്ച് സ്നേഹമുള്ളത് കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇന്ത്യയെക്കുറിച്ച് സ്നേഹമുള്ളത് കൊണ്ടാണ് സംസാരിക്കുന്നത്. കർണാടകയിൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ കലാപം ഉണ്ടായില്ലേ? ഒരു കലാപം ഉണ്ടായാൽ ഒരു കലാപം മറ്റൊരു കലാപത്തിന് ഉത്തരം. ഒരു കലാപം ഡോക്ടർ ടി എസ് ശ്യാംകുമാർ, അതായത് സംഘ് പരിവാർ മാത്രമല്ല, ഏത് മതവിഭാഗത്തിൻ്റെയും മതാധിഷ്ഠിതമായ പ്രസ്ഥാനങ്ങൾ എപ്പോഴും ഉന്നയിക്കുന്ന ഒന്നാണ്. നേരത്തെ MT പറഞ്ഞതുപോലെ ഇവിടെ 2 ആനയേ ഉള്ളൂ, അവിടുന്ന് 3 ആന വരുന്നു. ഇതാണ് വർഗീയതയുടെ ഒരു സിദ്ധാന്തം. അവർക്ക് 3 ഉണ്ട്, ഇവിടെ 2 എണ്ണമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം. അതാണ് ഒരു കലാപം മറ്റൊരു കലാപത്തിന് മറുപടിയായി പറയുകയാണ്. കോൺഗ്രസ് ഭരിച്ചപ്പോൾ കലാപം ഉണ്ടായി, അതുകൊണ്ട് അതിന് ഇപ്പോഴും ന്യായീകരണമെന്ന്. മണിപ്പൂരിൻ്റെ കാര്യത്തിൽ അടക്കം മൂർത്തമായ സാഹചര്യങ്ങൾ രാജ്യത്ത് ഉയർന്നു നിൽക്കുകയല്ലേ ശ്രീ ശ്യാംകുമാർ? അതെ, തീർച്ചയായിട്ടും. കാരണം ഒരു കലാപത്തെ മറ്റൊരു കലാപം കൊണ്ട് ഒരിക്കലും മറച്ചു വെക്കാൻ സാധ്യതയില്ല. ഇവര് വസുദൈവ കുടുംബത്തിന്റെയും ലോകാസമസ്ത സുഖിനോ ഭവത്തിന്റെയും വക്താക്കളാണല്ലോ. മണിപ്പൂരില് എത്ര നാളെ നീണ്ടു നിൽക്കുന്ന കലാപമാണെന്നുള്ളത്, ആ കലാപത്തെ ശാന്തമാക്കാൻ, ആ നെയ്തികളുടെ ഇടയിലും കുക്കികളുടെ ഇടയിലും ആത്മസാഹോദര്യം സൃഷ്ടിക്കാൻ ഹിന്ദുത്വ ഭരണകൂട ശക്തികൾക്ക് സാധിച്ചോ? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവർ തന്നെയല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു, ഇവർ തന്നെയാണ് മണിപ്പൂർ ഭരിക്കുന്നത്, ഇവർ തന്നെയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ഇവര് ഇവിടെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഇവരാണ് രാജ്യം ഭരിക്കുന്നത്. ഭരണകൂട ശക്തികളുടെ അധികാരവും മേൽക്കോയ്മയും എല്ലാം അവരുടെ കയ്യിലാണ്. കുക്കികളുടെ ഇടയിലും നെയ്തികളുടെ ഇടയിലും ആത്മസാഹോദര്യം സൃഷ്ടിക്കാനുള്ള എന്ത് പദ്ധതികളാണ് അവർ ആവിഷ്കരിച്ചത്? അത് ആവിഷ്കരിക്കാതെ ലോക സമാധാനത്തെ പറ്റി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പം മനുഷ്യർക്കിടയിൽ സമാധാനവും സന്തോഷവും ആത്മസാഹോദര്യവും സൃഷ്ടിക്കുന്നതിനുള്ള യാതൊരു പദ്ധതികളും ആവിഷ്കരിക്കാതെ വീണ്ടും വീണ്ടും അവർക്കിടയിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ മുളയ്ക്കുന്നതിനുള്ള ഇങ്ങനെ കോരി ഒഴിക്കുന്ന പ്രക്രിയയിലാണ് ഒരു രാജ്യം മുഴുവൻ ഏർപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, ഒരു ഇലക്ഷനിലേക്ക് കടക്കുമ്പോൾ, പാർലമെന്റ് ഇലക്ഷൻ നമ്മുടെ രാജ്യത്ത് നടന്നു. ആ പാർലമെന്റ് ഇലക്ഷനിലേക്ക് രാജ്യത്ത് കടക്കുമ്പോൾ ഭരണ നേട്ടങ്ങൾക്ക് പകരമായി പ്രത്യേക ജനവിഭാഗങ്ങൾക്കെതിരെ, എടുത്തു പറഞ്ഞ രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായി 100 കണക്കിന് വിദ്വേഷ പ്രസംഗങ്ങളാണ് സംഭവിച്ചത്. എന്തുകൊണ്ട് ഭരണ നേട്ടങ്ങളെ പറ്റി പറയുന്നില്ല? ഭരണ നേട്ടങ്ങളെ പറ്റി പറയുന്നതിന് പകരം 100 കണക്കിന് വിദ്വേഷ പ്രസംഗങ്ങളാണ് നമ്മുടെ രാജ്യത്ത് വിതറപ്പെട്ടത് എന്നുള്ളത് നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയെയാണ് എടുത്തു കാട്ടുന്നത്. ഇത് സമാധാനത്തിന്റെ മാർഗമല്ല, ഇത് ആത്മസാഹോദര്യത്തിന്റെ മാർഗമല്ല. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഒരു മുസ്ലിം യുവാവ് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസുകാരനാൽ അദ്ദേഹത്തിന്റെ നടുവിന് ചവിട്ടപ്പെടുകയാണ്, ചവിട്ടി മറിച്ചിടുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ആ പോലീസുകാരനെതിരെ എന്ത് നടപടിയാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായത്? എന്ത് നടപടിയാണ് ഉണ്ടായത്? നോക്കൂ, സംഭാലിലും അതുപോലെ തന്നെ മറ്റ് വിവിധ മുസ്ലിം ദേവാലയങ്ങൾക്കെതിരെ വലിയ ആക്രമണങ്ങൾ നടന്നു, അത്തരം വെടിവെപ്പുണ്ടായി. അത്തരം സാഹചര്യങ്ങൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാർഗത്തിലൂടെ നയിക്കുന്നതിന് ഹിന്ദുത്വ ഭരണകൂട ശക്തികൾ എന്ത് മാർഗമാണ്? അതാണ്, അതായത് ഈ വർഗീയതയും ശ്രീ എ മാരിഫ്, ഈ വർഗീയതയും വിദ്വേഷവും ഒക്കെ സമൂഹത്തിൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടാകാം. പക്ഷേ അതിനോടുള്ള ഒരു ഭരണകൂടത്തിൻ്റെ എതിർപ്പ്, അത് തടയുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ശ്രമങ്ങൾ അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ചൂണ്ടിക്കാണിച്ച നിരവധി സംഭവങ്ങൾ, ഗുജറാത്തിലെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴുള്ള അടക്കമുള്ള കലാപങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ, ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്നത്, ഇങ്ങനെയുള്ള കലാപവും വംശീയതയും UP-യിൽ അടക്കം ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ അതിനെ ഒരു ഊർജ്ജമാക്കിയാണ് ഇവരെടുക്കുന്നത് ഈ BJP-ക്കാർ. അതാണ് ഇതിലെ ഏറ്റവും പ്രധാന വിഷയമായി ഉയരുന്നത്. അതാണ് ഇന്നത്തെ സ്റ്റഡിയിലും പ്രതിഫലിക്കുന്നത്. മാത്രമല്ല, ഒരു കാര്യം കൂടി ശ്രീ ആരിഫ് ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ചൂണ്ടിക്കാട്ടാൻ ഉദ്ദേശിക്കുന്നു. കാരണം 50 വർഷം പഴക്കമുള്ള വിദേശ കൈക്കൂലി നിയമം അദാനിയെ രക്ഷപ്പെടുത്താനായി ട്രംപ് മാറ്റി എഴുതുന്നു, അല്ലെങ്കിൽ മരവിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവിടെ നിന്ന് ഇന്ത്യക്കാരായ സാധാരണക്കാരെ കയറ്റിവിടുകയാണ്. അതുതന്നെ ഇപ്പോൾ UK-യും ചെയ്യാൻ പോകുന്നു. അങ്ങനെ വിദേശ നയങ്ങളിൽ ഇന്ത്യക്കാർക്ക് തിരിച്ചടി, അദാനിക്ക് ഗുണമുണ്ടാകാം, പക്ഷേ ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാണ്. അതുകൂടി ഞാൻ ചേർത്ത് വെക്കുന്നു ശ്രീ ആരിഫ്. അല്ല, അത് വിവിധ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. കാര്യം അദാനി ബഹുമാനായ പ്രധാനമന്ത്രിയോടൊപ്പം വിദേശ രാജ്യ സന്ദർശനങ്ങളിൽ കൂടെ സഞ്ചരിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ അത് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം വെവ്വേറെ പോകാൻ തുടങ്ങിയിട്ടുള്ളത്. അത് ഞാൻ പിന്നീട് പറയാം. ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്, രണ്ടുപേരും ഒരേ ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്, അടുത്തടുത്ത കസേരയിട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ രാജ്യവും അവരും തമ്മിലുണ്ടാക്കുന്ന കരാറിൻ്റെ ഭാഗമായി
ഒരു കരാറ് അദാനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെയാണ് അദാനി കമ്പനി ലോകത്തിൽ അവരുടെ ബേസ് ഉറപ്പിച്ചത്. അതിൻ്റെ വിശദാംശങ്ങൾ പല രൂപത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം അത് ഞാനിപ്പോൾ പറയുന്നില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്ന, മർമ്മമായി പ്രവർത്തിക്കുന്ന RSS, അത് ഒരു വിദ്വേഷ രാഷ്ട്രീയത്തിലൂടെ വളരുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ വിദ്വേഷ രാഷ്ട്രീയത്തിലൂടെയാണ് BJP വളർന്നു വന്നത്. അവരതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലെ വിശ്വാസങ്ങളെ, ഇന്ത്യയിലെ പിന്നെ ആരാധനാലയങ്ങളെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്വേഷമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പുകളിലെയും അവരുടെ മുഖ്യ അജണ്ട, ഇപ്പോൾ രാമജന്മഭൂമി പ്രശ്നം പോലും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിൽ വന്നാൽ ശ്രീരാമ ജന്മഭൂമി തച്ചുടയ്ക്കും, ബുൾഡോസറിൻ്റെ പുറത്തൂടെ കയറ്റും എന്ന് വരെ പ്രസംഗിക്കുകയുണ്ടായി. അപ്പോൾ ശ്രീരാമ ജന്മഭൂമി ഓരോ തെരഞ്ഞെടുപ്പിലും അത് ആയുധമാക്കി മാറ്റിക്കൊണ്ട് അതിനുവേണ്ടി നടത്തിയ രഥയാത്രകൾ, അതുപോലുള്ള വിശ്വാസം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിന്യായം നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്? ശ്രീരാമൻ, ബഹുമാനായ ലോകാരാധ്യനായ ശ്രീരാമൻ അവിടെയാണ് ജനിച്ചു വീണത് എന്ന് തെളിയിക്കാൻ ഈ കക്ഷിയിലെ വാദികൾക്ക് കഴിഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പറയുകയാണ്. അവിടെ 1949 ശ്രീരാമൻ്റെയും സീതയുടെയും 2 ലല്ലകൾ, ചെറിയ വിഗ്രഹങ്ങൾ അനധികൃതമായി കടത്തിയതാണ് എന്ന് സുപ്രീം കോടതിക്ക് ഉത്തമമായി ബോധ്യമായിട്ടുണ്ട്. 92 ഡിസംബർ 6 പള്ളി പൊളിച്ചു കളഞ്ഞത് അങ്ങേയറ്റത്തെ പിന്നെ നിയമലംഘനമാണ് എന്ന് സുപ്രീം കോടതി തന്നെ പറയുകയാണ് 5 അംഗ ബെഞ്ച്. എന്നിരുന്നാലും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന രാമവിശ്വാസികൾ അവിടെയാണ് ശ്രീരാമൻ ജനിച്ചു വീണത് എന്ന് വിശ്വസിക്കുന്നതിനാൽ അവിടെ തർക്കം ഒഴിവാക്കാൻ വേണ്ടി ആ ഭൂമിയെ സംബന്ധിച്ച് ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റ് കൈമാറുക, ഇപ്പുറത്തോട്ട് തർക്കമില്ലാത്തവർക്ക് ഒരു 10 ഏക്കർ സ്ഥലം അപ്പുറത്തോട്ട് മാറി അവിടെ പള്ളി പണിയുക, ഇതാണ് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയത്. അല്ലാതെ അതിനുവേണ്ടി നടത്തിയ രക്തച്ചൊരിച്ചിലുകൾ, അതിനുവേണ്ടി നടത്തിയ രഥയാത്രയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള മനുഷ്യൻ്റെ മാംസം കത്തിയെരിഞ്ഞത്, ഇതൊക്കെ നാം മറന്നു പോകരുത്. ഇങ്ങനെ വിദ്വേഷമുണ്ടാക്കിക്കൊണ്ടുവരികയാണ്. ഗോമാംസത്തിൻ്റെ പേരിൽ എത്ര ആളുകളാണ് ഓരോ ദിവസം കൊല്ലപ്പെടുന്നത്? പശുവിനെ ഇറച്ചി സൂക്ഷിച്ചു, പശുവിനെ കടത്താൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ ഇന്ത്യ രാജ്യത്ത് എത്ര പേരാണ് ഓരോ ദിവസവും മരിച്ചു വീഴുന്നത്? അത് മുസ്ലിങ്ങൾ മാത്രമാണോ? പാവപ്പെട്ട ദളിതർ, അതുകൊണ്ട് ജീവിക്കുന്നവരാ, അവരാണ് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത്. ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ ഹരിയാനയിൽ അവൻ ആട്ടിറച്ചി സൂക്ഷിച്ചു എന്നും പറഞ്ഞ് അവനെ തല്ലിക്കൊന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ നല്ല ഒന്നാന്തരം ബ്രാഹ്മണ ചെറുക്കനാണെന്ന് അറിയുന്നത്. മുസ്ലിമാണെന്ന് വിചാരിച്ച് തല്ലിക്കൊന്നാണ്. എന്നിട്ട് തല്ലിക്കൊന്നവർ ഈ മാതാപിതാക്കളുടെ അടുത്ത് എന്ന് വെച്ച് ക്ഷമയോദിക്കുകയാണ്, അറിയാതെ അബദ്ധം പറ്റിപ്പോയതാണ്. നമ്മൾ പത്രത്തിലെല്ലാം വായിച്ചില്ലേ ഇതെല്ലാം? ഈ ദേശാഭിമാനി വായിച്ചതല്ലല്ലോ, മറ്റെല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ ഈ വാർത്ത വന്നില്ലേ? അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള വിദ്വേഷ കൊലപാതകങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെയാണ് പറയുന്നത്. അല്ലാതെ ഉടനെ ജയരാജൻ അവധി പ്രസംഗിച്ചു, മറ്റേത് പറഞ്ഞു, ഇയാൾ ഇന്നത് പറഞ്ഞു, ഇതൊക്കെയാണോ നമ്മുടെ ഈ ഡിഫൻസ്? ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ആ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തെ ഐക്യമാണ് ഇന്ത്യയുടെ ആത്മാവ്. രാമനും റഹീമും ചേരുന്നതാണ് ഇന്ത്യ. അപ്പോൾ ഇത്തരത്തിലുള്ള മതമൈത്രിക്ക് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി നിലപാടെടുക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അത് മതപരമായ വിദ്വേഷം വളർത്തി വോട്ട് ബാങ്ക് ഉണ്ടാക്കുക, അത് നിലനിർത്താൻ വേണ്ടി വീണ്ടും മതവിദ്വേഷം വളർത്തുക, അതിൻ്റെ പേരിൽ സ്പർദ്ധ ഉണ്ടാക്കുക, സംഘർഷങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ മതവിദ്വേഷം വളരാൻ ഉപയോഗിക്കുന്നൊരു പ്രസ്ഥാനമായി BJP അധപതിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത്. അത് രാജ്യത്തിനകത്തായാലും പുറത്തായാലും നമ്മുടെ അന്തസ്സിനെയാണ് ബാധിക്കുന്നത്, ഒരു ഇന്ത്യക്കാരനെയാണ് ബാധിക്കുന്നത്. ഞാനൊരു ഇന്ത്യക്കാരൻ എന്ന് പുറത്തുപോയി അഭിമാനപുരസരം പറയാൻ നമുക്ക് കഴിയാത്ത വിധം നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്റ്റാൻഡേർഡ്, അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് സബ് സ്റ്റാൻഡേർഡായി കുറയുന്നു. ഈ പ്രശ്നമാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അതാണ് കാണേണ്ടത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പാർട്ടിക്കാരനായി പോയി എന്നുള്ളത് കൊണ്ട് അതാണ് കാതലായ അടിവരയിടേണ്ട പോയിന്റ്. അത് തന്നെയാണ്. ശ്രീ ബിജി വിഷ്ണു, അഡ്വക്കേറ്റ് ബിജി വിഷ്ണു, ഇനിയെങ്കിലും ഈ നയത്തിനൊരു മാറ്റമുണ്ടാകുമോ ഇന്ത്യയുടെ യശസ് മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ കാക്കാൻ? ഇന്ത്യയുടെ യശസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ ആസ്പദപ്പെടുത്തിയിരിക്കും. അത് മണിപ്പൂരിൽ മനുഷ്യൻ കൊല്ലപ്പെട്ടാലും കേരളത്തിൽ കൊല്ലപ്പെട്ടാലുമൊക്കെ മനുഷ്യൻ്റെ രക്തമാണ് വീഴുന്നത്. അവിടെയെല്ലാം പിടയുന്നത് മനുഷ്യൻ്റെ ജീവനാണ്. അത് BJP സർക്കാർ ഇരിക്കുന്ന കാലഘട്ടത്തിലായാലും കേരളത്തിൽ CPMൻ്റെ സർക്കാർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ മുൻ MLAയും ജില്ലാ സെക്രട്ടറിമാരൊക്കെ പ്രതിയാവുന്ന കേസുകളിലായാലും കൊല്ലപ്പെടുന്ന മനുഷ്യനാവുമ്പോൾ
മനുഷ്യർക്ക് വേദനയുണ്ടാകും, രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത് മാത്രം രാജ്യത്ത് അതെ ഈ സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അത് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല, ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ അതുണ്ടാകുമ്പോഴല്ല രാജ്യത്തിന് കോട്ടമുണ്ടാക്കുകയും CPMകാർ ആസൂത്രിതമായി TP ചന്ദ്രശേഖരനെയും രാഷ്ട്രീയമായി അരിൽ ഷുക്കൂറിനെയും ഒക്കെ കൊലപ്പെടുത്തുമ്പോൾ അതെല്ലാം വലിയ അഭിമാനമാണെന്നും കൊലപാതക കേസുകളിലെ പ്രതികളെ ഞങ്ങൾ ഇനി സംരക്ഷിക്കുന്നൊക്കെ നിങ്ങളുടെ നേതാവ് എന്നീ ഗോവിന്ദ മാഷ് പറയുന്നത് കൊലപാതക കേസിൽ പെരിയ കേസിലെ പ്രതികളെ യാത്ര ചെയ്യിക്കാൻ ആരാ വന്നത്? അവരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ആരാ വന്നത്? കൊലപാതകത്തെയും മനുഷ്യത്വരഹിതമായ കാര്യങ്ങളെയൊക്കെ നല്ല രീതിയിൽ വർണ്ണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടി പിന്തുടരുന്നത് ഇരട്ടത്താപ്പ് തന്നെയാണ്. പെരിയ കൊലക്കേസിലെ പ്രതികളെ സ്വീകരിക്കാനും അവരെ യാത്ര ചെയ്യിക്കാനും എന്തിനാണ് CPM അത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് വളരെ പോകുന്നതുകൊണ്ടാണ്. BJPക്കാർ പ്രതികളായി കൊലപാതകം നടത്തിയ കേസുകളുടെ കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടോ ബിജി വിഷ്ണു, 600 എണ്ണം എണ്ണി പറയാം, 1 മണിക്കൂർ വേണം അവിടെ നിൽക്കട്ടെ. CPM ഒരു ദിവസം എടുത്താലും തീരില്ലെന്നേ. CPM കേരളത്തിൽ നടത്തിയ നരയായിട്ട് 562 രക്തസാക്ഷികളാണ് CPI-നുണ്ടായതിൽ ഭൂരിഭാഗവും BJP കൊന്നതാണ്. അത് വിടൂ. ശരി, ഞാൻ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ, അതായത് മണിപ്പൂരിനെക്കുറിച്ച്, ഗുജറാത്തിനെക്കുറിച്ച്, ഒരു ജനതയെ ഉന്മൂലനം ചെയ്യുന്നതിനെക്കുറിച്ച്, അത്തരം സിദ്ധാന്തങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രായോഗികവൽക്കരണത്തെക്കുറിച്ചൊക്കെയാണ് നാം സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഘട്ടത്തിൽ സങ്കുചിതമായ കാര്യങ്ങളെ പറയുമ്പോൾ അത് റദ്ദാവുകയാണ് സ്വയം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്താണ് ഇന്ത്യ എന്ന നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ റിപ്പോർട്ടുകളുടെ കൂടി പശ്ചാത്തലത്തിൽ? ഇന്ത്യ എന്ന നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏതെന്ന് ചോദിച്ചാൽ അത് ഹിന്ദുത്വ വൈറസാണ്, ഹിന്ദുത്വ ബ്രാഹ്മണ്യ വൈറസാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹിന്ദുത്വ ബ്രാഹ്മണ്യ വൈറസ് രാഷ്ട്രീയ ബ്രാഹ്മണ്യമായി നിലനിൽക്കുന്നത് വിദ്വേഷത്തിലും വെറുപ്പിലും അടിസ്ഥാനപരമായി ഊന്നിക്കൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്ന കാര്യം. അതുകൊണ്ടാണ് ഗാന്ധിയെ വധിച്ചവർ തന്നെ വീണ്ടും അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ നേർക്ക് നിറയൊഴിക്കുന്ന എന്തിനാണ്? ഗാന്ധിയെ വധിച്ചവർ, അവരുടെ രാഷ്ട്രീയ പിന്മുറക്കാർ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ ചിത്രം വെച്ച് അതിലേക്ക് വെടിയുതിർക്കുന്നത് നമ്മൾ കാണുകയാണ്. രാജ്യത്തെ ജനങ്ങളോട് സ്നേഹമുണ്ടെന്ന് BJP വക്താവ് പറയുന്നുണ്ട്. രാജ്യത്തെ ജനങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മണിപ്പൂർ ഒന്ന് സന്ദർശിക്കാൻ തയ്യാറാകാത്തത്? മണിപ്പൂർ എന്ന വാക്ക് അദ്ദേഹം എത്ര തവണ മിണ്ടിയിട്ടുണ്ട്? അദ്ദേഹം നാവുകൊണ്ട് മണിപ്പൂർ എന്ന വാക്ക് എത്ര തവണ ഉച്ചരിച്ചിട്ടുണ്ട്? രാജ്യത്ത് ഈ പറയുന്ന രീതിയിൽ ദളിതർക്കെതിരെ, ആദിവാസികൾക്കെതിരെ, സ്ത്രീകൾക്കെതിരെ, ബഹുജനങ്ങൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം വിദ്വേഷ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾക്കെതിരെ ആദ്യം സൂചിപ്പിച്ചതുപോലെ 98.5% വിദ്വേഷ പ്രസംഗം മുസ്ലിങ്ങൾക്കെതിരെയാണ്. എന്താണ് രാജ്യത്തെ ജനങ്ങളെന്ന് പറയുകയും രാജ്യത്തെ മുസ്ലിം ജനവിഭാഗങ്ങളെ രാജ്യത്തെ ജനങ്ങളായി കാണുകയും ചെയ്യാത്ത സംഭവവികാസമല്ലേ നടത്തിയിരിക്കുന്നത്? പൗരത്വ നിയമം ആവിഷ്കരിച്ചു. അതെ അതെ, തീർച്ചയായും. ഡോക്ടർ ശ്യാംകുമാർ, ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇടപെട്ടത്. ശ്രീ A. മാരിഫ്, നോക്കൂ, ഇത് 4 വോട്ടിന് വേണ്ടി ചെയ്യുന്ന പ്രക്രിയയാണ്. അത്തരം പ്രക്രിയകൾക്കുണ്ടാകുന്ന അപകടത്തെ സംബന്ധിച്ചാണ് ഡോക്ടർ ശ്യാംകുമാർ ചൂണ്ടിക്കാണിച്ചത്. അത് നാം മൂർത്ത സാഹചര്യങ്ങളായി മണിപ്പൂരിലടക്കം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടേണ്ടത് എന്ന് ചിന്തിക്കുകയല്ലേ ഇത്തരം പഠന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലെങ്കിലും ഭരണകൂടം ചെയ്യേണ്ടത് ഇന്ത്യയുടെ? അതിൽ ആത്മാഭിമാന ബോധമുണ്ടെങ്കിൽ ഒരു രാജ്യത്തെ ജനതയെ സംബന്ധിച്ച്, രാജ്യത്തെ നയിക്കുന്ന ഭരണാധികാരിക്ക് ഭരണഘടനയെ സംബന്ധിച്ച് സാമാന്യമായെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ, ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമെന്ന നിലയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന മതരാഷ്ട്രത്തിന് ലോകത്തിൻ്റെ മുന്നിൽ അവമതിപ്പ് മാത്രം നേരിടുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ലോകത്തിൻ്റെ മുന്നിൽ മതിപ്പ് ലഭിക്കുന്നതിന് ഇടവന്നിട്ടുള്ളത് ഒരു മതേതര രാഷ്ട്ര നേതാവെന്ന നിലയിലാണ്. അതൊരു മതരാഷ്ട്രമായി അത് അധപ്പതിച്ചാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിമാരെ ലോകമാരും ആദരിക്കുകയോ അംഗീകരിക്കുകയോ ഒരാൾ പോലും വിളിച്ചിട്ട് ചായ പോലും കൊടുക്കുകയോ ചെയ്യുന്നില്ല. അതുപോലെ അവരെ വിളിക്കാറുമില്ല, ആദരിക്കാറുമില്ല. അത്തരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്, അഭിമാനം, അന്തസ് താഴ്ത്തിക്കെട്ടാൻ ഇടവരാതിരിക്കാനെങ്കിലും ജാഗ്രത പുലർത്താൻ, തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി എന്ത് നെറുകേടും പറയുക, എന്ത് വൃത്തികേടും പറയുക, എത്ര വിദ്വേഷം പറയുക എന്നതും, എത്ര ചോര ചൊരിഞ്ഞാലും വേണ്ടിയില്ല 10 വോട്ട് കിട്ടിയാൽ മതി എന്ന് പറയുന്ന നെറുകെട്ട രാഷ്ട്രീയത്തിൽ നിന്ന് മാറി
നല്ല നമ്മുടെ രാജ്യം നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ മതേതര ഭരണഘടനയെ ആസ്പദമാക്കി ഭരിക്കാനുള്ള സംസാരിക്കാനുള്ള മാന്യത അതാണ് വളരെ ശരിയായ കാര്യം. കാരണം മോദിക്ക് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ കിട്ടുന്നത് മതേതര രാഷ്ട്രം എന്ന രീതിയിലുള്ള പദവിയാണ്. അതുകൊണ്ട് ഇരിക്കും കൊമ്പ് മുറിക്കരുത്. തീർച്ചയായും അപകടമുണ്ടാക്കുന്ന അത്തരം വിദ്വേഷ പരാമർശങ്ങൾ ഇന്ത്യയുടെ യശസ്സാണ് കെടുത്തുന്നതെന്ന് ഓർക്കുക. ഭരിക്കുന്നവർ, പ്രത്യേകിച്ചും രാജ്യം ഭരിക്കുന്നവർ. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസോടൊപ്പം.